നമസ്കാരം. ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ആണ്. ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കുറേ സംശയങ്ങൾ ഇങ്ങനെ ഓടിയെത്താറുണ്ട്. ഇന്ന് ആ സംശയങ്ങൾക്കൊക്കെ കുറച്ചൊരു മാറ്റം വരുത്താനായിട്ട് നമ്മളോടൊപ്പം ഇന്ന് ഡോക്ടർ അനുജ ഷാജഹാൻ ചേരുന്നുണ്ട്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം. ഇന്ന് വേൾഡ് ക്യാൻസർ ഡേ ആണ്. ശരിക്കും ക്യാൻസർ എന്ന് പറയുമ്പോൾ എല്ലാവരും ഉള്ളിൽ ഭയക്കാറുണ്ട്. ആദ്യം ഞാൻ ചോദിക്കുന്നത്, ഈ ക്യാൻസർ ഈ ഒരു അവസ്ഥ നമുക്ക് എങ്ങനെയാണ് ആദ്യം കണ്ടുപിടിക്കാൻ കഴിയുന്നത്? ഓക്കെ, എന്താണ് ക്യാൻസർ എന്ന് വ്യക്തമായി മനസ്സിലാക്കുകയും ഒരുപക്ഷെ ക്യാൻസർ ആയേക്കാവുന്ന രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് പ്രധാനം. അപ്പോൾ ആദ്യമായി എന്താണ് ക്യാൻസർ എന്നുള്ളത്? നമ്മളുടെ ശരീരത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് സെൽസ് അഥവാ കോശങ്ങൾ എന്ന് പറയും. അപ്പോൾ ഇതിനെ നമുക്കൊരു കെട്ടിടവുമായി ഉപമിക്കാം. ഒരു കെട്ടിടത്തിൻ്റെ അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് ഒരു ഇഷ്ടിക അല്ലെങ്കിൽ ഒരു സിമൻറ്റ് കട്ടയാണ്. അപ്പോൾ ഒരു കെട്ടിടം നിർമ്മിക്കാൻ നമുക്ക് ഒരു ഇഷ്ടികയോ ഒരു സിമൻറ്റ് കട്ടയോ പോരാ. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ക്വാളിറ്റി ഉള്ള ഇഷ്ടികകൾ വേണം. ഈ ഇഷ്ടികകൾ വെറുതെ കൂട്ടിയിട്ട ഒരു ബിൽഡിംഗ് ആവുകയില്ല. അപ്പോൾ ഒരു വ്യക്തമായ പ്ലാൻ അനുസരിച്ച് ഒരു നിയന്ത്രിതപരമായി ആ ഇഷ്ടികകൾ അടുക്കി നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ചേർത്താൽ മാത്രമായിരിക്കും നമുക്ക് സ്ട്രോങ് ആയിട്ടൊരു ബിൽഡിംഗ് നിർമ്മിക്കാൻ പറ്റുക. അപ്പോൾ ഈ നിർമ്മിക്കുന്ന പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വേണമെങ്കിൽ അതൊന്ന് മാറ്റി വീണ്ടും നമ്മൾ നിർമ്മിക്കും. ഇതേ പ്രോസസ്സ് തന്നെയാണ് നമ്മുടെ ശരീരത്തിലും നടക്കുന്നത്. അപ്പം ഇഷ്ടിക അല്ലെങ്കിൽ കട്ട നമ്മൾ പുറത്തുനിന്ന് പ്രൊവൈഡ് ചെയ്യും ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ. പക്ഷേ നമ്മളുടെ ശരീരത്ത് ഈ പറയുന്ന സെൽസ് നമ്മളുടെ ശരീരം തന്നെയാണ് നിർമ്മിക്കുന്നത്. സെൽ ഡിവിഷൻ അഥവാ കോശ വിഭജനം എന്ന് പറയും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ വ്യക്തമായ ഒരു പ്ലാനോടെയാണ്, വളരെ നിയന്ത്രിതപരമായിട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും പ്രവർത്തനത്തിനും ആവശ്യമായ കോശങ്ങൾ നിർമ്മിച്ചു വരുന്നത്. ഈ ഒരു മെക്കാനിസത്തിന് എന്തെങ്കിലും കാരണത്താൽ ഒരു കോട്ടം സംഭവിക്കുകയാണെങ്കിൽ നമ്മളുടെ സെൽസ് അനിയന്ത്രിതമായി വളരാൻ തുടങ്ങും. അങ്ങനെ അനിയന്ത്രിതമായി വളരുന്ന കോശങ്ങൾ, ആവശ്യത്തിലധികം വളരുന്ന കോശങ്ങൾ കൂടി ചേർന്ന് ട്യൂമർ ആയി മാറുകയും, ഈ ട്യൂമർ സെൽസിനൊരു പ്രത്യേകതയുണ്ട്. അവ അവിടെ തന്നെ നിൽക്കാതെ നമ്മുടെ രക്തക്കുഴലുകളിലൂടെയോ അല്ലെങ്കിൽ കഴലുകൾ എന്ന് പറയും, കഴലുകളിലൂടെയോ ശരീരത്തിൻ്റെ മറ്റ് സ്ഥലത്തേക്ക് വ്യാപിക്കും. അവിടെ ചെന്നിട്ട് അത് വീണ്ടും അൺകൺട്രോൾഡ് ആയിട്ട് അനിയന്ത്രിതമായി അവിടെ ഇരുന്ന് വളരുകയും പുതിയ പുതിയ ട്യൂമറുകൾ ഉടലെടുക്കുകയും ചെയ്യും. അപ്പം ഈ ഒരു രോഗ അവസ്ഥയാണ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം, നമുക്ക് നേരത്തെ തിരിച്ചറിയാനായിട്ട് ക്യാൻസർ ആയേക്കാവുന്ന, അപ്പം ഞാനത് എടുത്തു പറയാണ്, ഒരുപക്ഷെ ക്യാൻസർ ആയേക്കാവുന്ന ചില രോഗലക്ഷണങ്ങൾ നേരത്തെ നമ്മൾ അറിയുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ എവിടൊക്കെ ക്യാൻസർ വരും എന്നുള്ളത് ഒരു ചോദ്യമാണ്. അപ്പോൾ നമ്മൾ പറയാം, യക്ഷികൾക്ക് വേണ്ടാത്തത് ക്യാൻസറിനും വേണ്ട എന്നാണ് പറയാം. അപ്പം യക്ഷികൾക്ക് എന്തായിരിക്കും വേണ്ടാത്തത്? ചോര വേണ്ടേ? വേണമെന്നതാണ് ചോര. യക്ഷികൾക്ക് വേണ്ടാത്തത് നമ്മൾ സാധാരണ പറയാ പല്ലും നഖവും മുടിയും ഒഴികെ ബാക്കിയൊക്കെ യക്ഷി എടുക്കും. അപ്പം ക്യാൻസറും അതുപോലെ തന്നെയാണ്. നമുക്ക് വളർച്ച ഇല്ലാത്ത സ്ഥലങ്ങൾ, അതായത് മുടി അല്ലെങ്കിൽ നഖം, പല്ല്, ഇവ ഒഴികെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ക്യാൻസർ വരാം. അപ്പം നമ്മൾ ഇത്രയും സ്ഥലങ്ങളിൽ വരാവുന്ന ക്യാൻസർ രോഗലക്ഷണങ്ങളെ പറ്റി പഠിക്കുക എന്നുള്ളത് ഒരു സാധാരണക്കാർക്ക് പ്രായോഗികമല്ലാത്തൊരു കാര്യമാണ്. അപ്പം അങ്ങനെയെങ്കിൽ നമുക്ക് എങ്ങനെ ഇതിനെ ഒന്ന്, ഈ രോഗലക്ഷണങ്ങളെയൊക്കെ ഒന്ന് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഞാൻ മെയിനായിട്ട് ഒരു 6 കാറ്റഗറി ആയിട്ട് നമ്മൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊന്ന് ചുരുക്കി പറയാൻ ശ്രമിക്കാം. ഓക്കെ. അപ്പം അതിൽ ഫസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത് മുഴകൾ. എല്ലാവർക്കും അറിയാം, അങ്ങനെ മുഴകൾ എന്ന് പറയുമ്പം എല്ലാവർക്കും അതൊരു നോർമൽ അല്ലാത്തൊരു സംഭവമാണെന്നറിയാം. അപ്പം വേദന ഉള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും, പ്രത്യേകിച്ചും അടുത്തിടെ പുതിയതായി കണ്ടൊരു മുഴ, അതിനൊരു വളർച്ച വരുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അതിനെ ഒന്ന് സീരിയസ് ആയിട്ട് എടുക്കണം. ഓക്കെ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് ഞാൻ പറയുന്നത് അബ്നോർമൽ ബ്ലീഡിങ് എന്ന് പറയുമ്പം സാധാരണമല്ലാത്ത രക്തസ്രാവം. സാധാരണമായി രക്തസ്രാവങ്ങൾ എപ്പോൾ വരാം? നമുക്ക് പീരീഡ്സ് സ്ത്രീകളെ സംബന്ധിച്ച് പീരീഡ്സ് ടൈമിൽ വരുന്ന, നമുക്ക് ആ കറക്റ്റ് സൈക്കിൾ അറിയാം. ഇത്ര ദിവസം കൂടുമ്പം വരും, ഒരു 3-4 ദിവസം നിൽക്കും, അതിൻ്റെ എമൗണ്ടും കാര്യങ്ങളും ഒക്കെ അറിയാം. അതല്ലെങ്കിലോ രക്തസ്രാവം വരാൻ, നമുക്കൊരു മുറിവ് പറ്റിയാൽ തീർച്ചയായിട്ടും രക്തസ്രാവം വരും. അപ്പം ഇതൊക്കെ സാധാരണമായി കാണുന്ന രക്തസ്രാവം. ഇത് കൂടാതെ എവിടുന്നെങ്കിലും നമ്മളൊരു ബ്ലീഡിങ് രക്തസ്രാവം കാണുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പം എന്ന് പറയുമ്പോൾ അത് മൂക്കിൽ നിന്നും ആകാം, ചുമച്ചു തുപ്പുന്ന കഫത്തിലാകാം, മൂത്രം ഒഴിക്കുമ്പോൾ കാണുന്ന രക്തമാവാം, അല്ലെങ്കിൽ മലത്തിൽ കാണുന്ന രക്തമാവാം. ഇനി
ആർത്തവം പീരീഡ്സ് തന്നെയാണ് എങ്കിലും നമുക്കറിയാം ഒരു 55 വയസ്സൊക്കെ ആകുമ്പോഴത്തേന് അല്ലെങ്കിൽ 50 വയസ്സാകുമ്പോഴത്തേന് ആർത്തവം നിൽക്കും. ആർത്തവം നിന്നതിന് ശേഷം പിന്നീട് വീണ്ടും പീരീഡ്സ് പോലെ കാണുകയാണ് എങ്കിലും നമ്മളത് നിസ്സാരമായി കാണരുത്. അവിടെ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം എന്നുള്ളത്. ഇനി മൂന്നാമത്തെ കാറ്റഗറി ഞാൻ പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ അസാധാരണമായി കാണപ്പെടുന്ന വെയിറ്റ് ലോസ്. നമ്മളുടെ വണ്ണം എന്നല്ല വെയിറ്റ് കുറയുക എന്നുള്ളത്. സാധാരണമായിട്ട് വെയിറ്റ് ലോസ് വരും. എപ്പോഴൊക്കെയാണ് നമ്മൾ ഡയറ്റ് ചെയ്യുന്നു, എക്സർസൈസ് ചെയ്യുന്നു, ഉറപ്പായിട്ടും അവിടെ വെയിറ്റ് ലോസ് വരും. പക്ഷെ നമ്മൾ ഇതൊന്നും ചെയ്യുന്നില്ല, എന്നിട്ടും നമുക്ക് പെട്ടെന്ന് നമ്മളുടെ ഫുഡൊക്കെ കഴിച്ചിട്ടും നമുക്ക് സാധാരണയിലും ഉപരിയായിട്ട് ക്ഷീണം ഫീൽ ചെയ്യുന്നു, വെയിറ്റ് കുറയുന്നു എന്ന് നമ്മൾ കാണുമ്പോൾ തന്നെ ആളുകൾ അത് പറയുന്നു, അല്ലെങ്കിൽ നമുക്ക് തന്നെ ഫീൽ ചെയ്യും. അതായത് നമ്മുടെ ഡ്രസ്സ് ലൂസാവുകയാണ് ഏറ്റവും നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന കാര്യം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിനെയും നിസ്സാരമായി കാണാതെ എത്രയും പെട്ടെന്ന് തുടർ പരിശോധനകൾക്ക് വിധേയമാകണം എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്ത് നമുക്ക് പറയാനുള്ളത്, നാലാമതായിട്ട് പറയാനുള്ളത്, പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിലെ ദുശീലങ്ങളൊക്കെ വളരെ കൂടുതലാണ്. പുകയില, മദ്യപാന ശീലങ്ങളൊക്കെ കൂടുതലാണ്. ഇങ്ങനെ ഉപയോഗിക്കുന്നവരിലാണ് കൂടുതലും ഞാൻ ഈ അടുത്ത പറയുന്ന ഇത് കാണുന്നത്. അതായത് വായിലുണ്ടാവുന്ന വെള്ള നിറത്തിലോ ചുവന്ന നിറത്തിലോ ഉള്ള തടിപ്പുകൾ, അതുപോലെ തന്നെ കരിയാതെ നിൽക്കുന്ന മുറിവുകൾ അല്ലെങ്കിൽ വ്രണങ്ങൾ വായിൽ. സാധാരണ നമുക്കറിയാം, നമുക്കൊരു വൈറ്റമിൻ ഡെഫിഷ്യൻസി ഒക്കെ വരുമ്പോഴത്തേന് വാ പൊട്ടാറുണ്ട്, അല്ലെങ്കിൽ വേനലാകുമ്പം വാ പൊട്ടാറുണ്ട്. അതെല്ലാം പക്ഷെ ഒരു 2 ആഴ്ച മാക്സിമം, അതിനുള്ളിൽ അത് പോവില്ല. പക്ഷെ ഒരു 3 ആഴ്ചയായിട്ടും കരിയാതെ മുറിവുകൾ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ ഉടൻ തന്നെ ഒരു വൈദ്യ സഹായം തേടേണ്ടതുണ്ട്. പിന്നെ നമ്മൾ അഞ്ചാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ദേഹത്ത്, അതായത് തൊലിപ്പുറമെ കാണപ്പെടുന്ന ചില കാക്കപ്പുള്ളികളോ മറുകുകളോ ഒക്കെ ആവാം. പ്രത്യേകിച്ചും അത് പുതിയതായി വന്നതാണ് എങ്കിൽ, അതിന് പെട്ടെന്നൊരു വളർച്ച കാണുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതിനൊരു ചൊറിച്ചിൽ, അല്ലെങ്കിൽ അതിൽ നിന്നും രക്തം പൊടിയുന്നുണ്ട് എങ്കിൽ അവിടെയും നമ്മൾ അതിനെ സീരിയസ് ആയിട്ട് തന്നെ കാണാം. ഇനി ആറാമതൊരു കാറ്റഗറി ഞാൻ പറയുവാണെങ്കിൽ, ഞാൻ വേഗമായിട്ട് ഫുള്ളായിട്ട് എല്ലാവരോടും പറയുന്ന ഒരു ഇതാണ്, നിങ്ങൾക്കുണ്ടാവുന്ന എന്ത് ബുദ്ധിമുട്ടുകളും, അതിപ്പോൾ ഒരു നമ്മൾ എപ്പോഴും പറയാറുണ്ട്, എപ്പോഴും ഒരു ദഹനത്തിൻ്റെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുമ്പോൾ ഇപ്പം അടുത്തിടെയായിട്ട് വയറ്റിൽ നിന്ന് പോകാൻ പ്രയാസമുണ്ട്, അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പ്രയാസം കുറച്ച് ദിവസം പ്രയാസം കാണും, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് ലൂസായിട്ട് പോകും, അല്ലെങ്കിൽ പോട്ടെ ഒരു നടുവേദന, അങ്ങനെ തന്നെ. ഇങ്ങനെ എന്ത് ബുദ്ധിമുട്ടുകളും നിങ്ങൾ മരുന്ന് എടുത്തിട്ടും അത് മാറാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അടുത്ത പടി പരിശോധനകളിലേക്ക് പോകണം. അപ്പം ഇവിടെ ഞാൻ എടുത്തു പറയുന്ന മെയിൻ തിങ് എന്ന് പറയുന്നത്, അതാണ് ഞാൻ എഡിറ്റ് ചെയ്ത് പോകരുതെന്ന് പറയുന്നത്, ഞാൻ ഈ പറഞ്ഞ 6 കാറ്റഗറിയും ക്യാൻസർ ആണെന്ന് ഉറപ്പില്ല. തീർച്ചയായിട്ടും ക്യാൻസർ ആകാൻ സാധ്യതയുള്ള ലക്ഷണങ്ങളുടെ കാറ്റഗറിയാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ കാറ്റഗറിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ഒരു വൈദ്യസഹായം തേടുക. ഒരു ഡോക്ടറിനെ കാണിച്ച് അതൊന്ന് പരിശോധിപ്പിക്കാനുള്ളൊരു മനസ്സാണ് നമുക്ക് വേണ്ടത്. അത് സ്വയം ചികിത്സ ഒഴിവാക്കുക. അതെ, തീർച്ചയായിട്ടും. ഈ ഇപ്പോഴത്തെ നമ്മുടെ ഏറ്റവും വലിയ ഡോക്ടർ എന്ന് പറയുന്ന എല്ലാവർക്കും ഗൂഗിൾ ആയിരിക്കും. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ വ്യക്തമായ അറിവ്, ശരിയായ അറിവ് നമുക്കുണ്ടാവണം. അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു കാറ്റഗറി നിങ്ങൾ കാണുന്നുണ്ട്, നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറിനെ തന്നെ കണ്ട് ഇത് ക്യാൻസർ അല്ല എന്ന് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി നമുക്ക് മുന്നോട്ട് പോകാനായിട്ട്. ഇനി അഥവാ അതിലെന്തെങ്കിലും ക്യാൻസറിന്റെ സാധ്യത ഉണ്ടെങ്കിൽ തന്നെയും ഈ പറഞ്ഞ പോലെ നേരത്തെ കണ്ടെത്താൻ, നേരത്തെ തിരിച്ചറിയാൻ നമ്മളെ അത് വളരെയധികം സഹായിക്കുകയും ചെയ്യും. ഇപ്പോൾ ഡോക്ടർ, നമ്മൾ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം, എത്ര നമ്മൾ വിദ്യാഭ്യാസം നേടി എന്ന് പറഞ്ഞാലും മനസ്സിൽ പെട്ടെന്നൊരു ഭയം അല്ലെങ്കിൽ ഒരു ശങ്കത, ഇത് ക്യാൻസർ ആണോ? ആദ്യത്തെ ചോദ്യം തന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് അത് ആണോ എന്നുള്ളൊരു ചോദ്യം വരും. ശരിക്കും ഭയത്തിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ ഞാനൊരു നോർമലായി കാണപ്പെടുന്ന ഒരു ഭയത്തോടെയാണ് ഓർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു ആനുവൽ എക്സാം സീസൺ ആണല്ലോ, പരീക്ഷ കാലമാണ്. അപ്പം പരീക്ഷയ്ക്കും നമ്മൾ പറയാറുണ്ട്, കുട്ടികൾക്കെല്ലാം പരീക്ഷാ ഭയം എന്നുള്ളത് അല്ലേ. അപ്പോൾ അധ്യാപകർ പറയുന്നതാണ്, ഒന്നും അറിയാത്തൊരു കുട്ടിക്ക് ഭയം കാണില്ല, എല്ലാം അറിയുന്ന കുട്ടിക്കും ഭയം കാണില്ല. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ആൾക്കാരാണ് നമ്മളിൽ പലരും, മെജോറിറ്റി ആൾക്കാർ, 90%. നമുക്കൊക്കെ കുറച്ച് കാര്യങ്ങൾ അറിയാം, പക്ഷെ കുറേ ഒന്നും അറിയില്ല. അപ്പോഴാണ് ഈ ഭയം എന്ന് പറയുന്ന
സംഭവം അവിടെ ഉണ്ടാവുന്നത്. അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു ക്യാൻസറിനെ ഒരു എക്സാം ആയിട്ട് തന്നെ കാണാം. നമ്മൾ അതിനെ പാസ്സാവണമെങ്കിൽ നമ്മൾ അറിവ് നേടുക. നേരത്തെ പറഞ്ഞ പോലെ ഗൂഗിളിൽ നിന്ന് കിട്ടുന്ന അറിവ് പോരാ, ശരിയായ അറിവ് നേടുകയാണ് എങ്കിൽ ഈ ഭയത്തെ ഓവർകം ചെയ്ത് നമുക്ക് ആ എക്സാം നല്ല നീറ്റായിട്ട് പാസ്സാവാൻ പറ്റും എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഭയം എന്നുള്ള വാക്കല്ല വേണ്ടത്, ജാഗ്രത എന്ന് പറയുന്ന വാക്കാണ് അവിടെ വേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, നഖവും മുടിയൊക്കെ ഒഴികെ എവിടെ വേണേലും ക്യാൻസർ വരും. അപ്പോൾ എല്ലാ ക്യാൻസറുകളെ പറ്റിയും അറിയാനായിട്ട് അല്ലെങ്കിൽ ഫുള്ള് പഠിക്കാനായിട്ട് നമുക്ക് പ്രായോഗികമല്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും അറിയേണ്ടത് നമ്മുടെ നാട്ടിൽ നമുക്ക് കാണാൻ സാധ്യതയുള്ള കോമൺ ആയിട്ടുള്ള കുറച്ച് ക്യാൻസറുകളുണ്ട്. അവയെ പറ്റിയാണ് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുകയും അതിന് വേണമെന്ന നടപടികൾ സ്വീകരിക്കുകയും വേണം. അപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ, ഭയം വേണ്ട, തീർച്ചയായിട്ടും ഭയം വേണ്ട, മുന്നോട്ട് തന്നെ പോവാം. ഇനി അടുത്തൊരു ചോദ്യം ഡോക്ടർ, ഇപ്പം നമുക്കറിയാം ഈ ഒരു ക്യാൻസർ അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൻ്റെ പൊതുവെ ഒരു കാലാവസ്ഥ അനുസരിച്ചും കേരളത്തിൻ്റെ ആ ഒരു രീതി അനുസരിച്ചും പൊതുവെ സ്ത്രീകളിലാണോ പുരുഷന്മാരിലാണോ ഏറ്റവും കൂടുതൽ ക്യാൻസർ അവസ്ഥ കാണുന്നത്? നമുക്ക് അങ്ങനെ പൊതുവായി പറയാൻ കഴിയില്ല. കാരണം സ്ത്രീകളിൽ ചില ക്യാൻസറുകൾ കാണപ്പെടുന്നത് കൂടുതലായിരിക്കും, പുരുഷന്മാരിൽ അതുപോലെ തന്നെ ചില ക്യാൻസറുകൾ കൂടുതലായി കാണപ്പെടുന്നുണ്ട്. അപ്പോൾ ഒരു പർട്ടിക്കുലർ ക്യാൻസർ എടുത്താൽ രണ്ടുപേരിലും കാണപ്പെടുന്നതിൽ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പം ഇതിനേക്കാൾ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ, സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് ഏറ്റവും വരാൻ സാധ്യതയുള്ള ക്യാൻസറുകൾ ഏതൊക്കെയെന്ന് അറിഞ്ഞിരിക്കുക. പുരുഷന്മാരും അതുപോലെ തന്നെ തങ്ങളിൽ വരാൻ സാധ്യതയുള്ള ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ക്യാൻസർ ഏതാണെന്ന് അറിഞ്ഞിരിക്കുക. അപ്പം നമ്മളുടെ നാട്ടിലുള്ള കാര്യം മാത്രം, അതായത് നമ്മൾ ജീവിക്കുന്ന സാഹചര്യത്തിൽ വെച്ചുള്ളത് മാത്രം അറിഞ്ഞാൽ മതിയാവും. ഇപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മാറിട ക്യാൻസർ അഥവാ ബ്രസ്റ്റ് ക്യാൻസർ ആണ് ഏറ്റവും അധികം കാണപ്പെടുന്നത്. ലോകത്തും അങ്ങനെ തന്നെയാണ്, ഇന്ത്യയിലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അപ്പം ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത് നിൽക്കുന്നത് ഗർഭാശയ മുഖ ക്യാൻസർ എന്ന് പറയും. അതായത് യൂട്രസ് അല്ല, യൂട്രസിന്റെ താഴ്ഭാഗമാണ് സെർവിക്സ് എന്ന് പറയും. അപ്പം നമ്മുടെ ബ്രസ്റ്റ് ക്യാൻസർ കഴിഞ്ഞാൽ തൊട്ടടുത്ത് നമ്മളുടെ ഇന്ത്യയിൽ കാണപ്പെടുന്നത് സർവൈക്കൽ ക്യാൻസറാണ് ഉണ്ടാവുന്നത്. ഇനി പുരുഷന്മാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് വായിലെ ക്യാൻസറാണ്. വായിലെ ക്യാൻസർ എന്ന് പറയുമ്പോഴത്തേനും നമ്മളുടെ നാക്കിൽ വരുന്ന ക്യാൻസർ ആവാം, മോണയിൽ വരുന്ന ക്യാൻസർ ആവാം, കവിളിൽ വരുന്ന ക്യാൻസർ. ഇതാണ് ഞാൻ വായിലെ ക്യാൻസർ എന്നുകൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം വായിലെ ക്യാൻസറാണ് നമ്മളുടെ നാട്ടിൽ ആണുങ്ങളിൽ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇത് മൂന്നും മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കോമൺ ആയിട്ട് നമ്മൾ കാണപ്പെടുന്നത് വൻകുടലിൽ വരുന്ന ക്യാൻസറുകളാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്നത്. പിന്നെ ഇത് കൂടാതെ നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത് ശ്വാസകോശ സംബന്ധമായ ക്യാൻസറുകൾ കാണുന്നുണ്ട്. പുരുഷന്മാരിൽ തന്നെ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസറും കൂടുതലായിട്ടും കാണപ്പെടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൽ ഞാൻ കുറച്ച് ലക്ഷണങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ അതിൽ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമ്മൾ ഈ കോമൺ ആയി കാണപ്പെടുന്ന ക്യാൻസറുകളുടെ ലക്ഷണങ്ങൾ നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ഇത് നേരത്തെ തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ കാറ്റഗറിയിൽ ഇതെല്ലാം തന്നെ വരുമെങ്കിലും ഞാൻ സ്പെസിഫിക് ആയിട്ട് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പം ആഡ് ചെയ്യാം. ഇപ്പം നമ്മൾ ആദ്യം ഫസ്റ്റ് ബ്രസ്റ്റ് ക്യാൻസർ പറഞ്ഞു. ഇപ്പം മുഴ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, അതൊരു ഇഷ്യൂ ആണെന്നറിയാം. എടുത്തു പറയേണ്ടത് വേദന ഇല്ലാത്ത മുഴകളായിരിക്കും ക്യാൻസർ മുഴകൾ കൂടുതലും ആദ്യഘട്ടത്തിൽ. വേദന വരുന്നത് പതുക്കെ ആയിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ പലരും വേദന ഇല്ലല്ലോ എന്ന് കരുതി അതിനെ തഴയാറുണ്ട്. അപ്പൊ അത് ഇവിടെ ഉണ്ടാവാൻ പാടില്ല. മാറിടത്ത് കാണപ്പെടുന്ന മുഴകൾ അത് വേദന ഇല്ലെങ്കിൽ കൂടിയും നിങ്ങൾ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കാണിച്ച് അത് കുഴപ്പമില്ല എന്ന് ഉറപ്പുവരുത്തുക. അത്രമാത്രം നമ്മൾ പറയുന്നുള്ളൂ. അത് ക്യാൻസർ ആണെന്ന് അവിടെയും ഞാൻ 100% പറയുന്നില്ല. ക്യാൻസർ അല്ലാത്ത മുഴകളും നമ്മുടെ യങ്ങായിട്ടുള്ള സ്ത്രീകളിൽ വരാറുണ്ട്. ഫൈബ്രോഡിനോമ എന്നൊക്കെ പറയുന്ന പോലെ മുഴകളും ഉണ്ട്. പക്ഷെ അത് നമ്മൾ കാണിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഇനി മുഴകളായിട്ട് തന്നെ കാണണം എന്നില്ല. ചിലപ്പം മുലക്കണ്ണിൽ നിന്നുമുള്ള രക്തസ്രാവം, നമ്മൾ ആദ്യമേ കാറ്റഗറി പറഞ്ഞു അബ്നോർമൽ ആയിട്ടുള്ള രക്തസ്രാവം. അപ്പം മുലക്കണ്ണ് ഞെക്കി നോക്കുമ്പോൾ രക്തസ്രാവം അത് ഒറ്റ തവണയെ കണ്ടുള്ളൂ എങ്കിലും അതിനെ വിട്ടുകളയാതിരിക്കുക. നമ്മൾ ഉടനെ തന്നെ ഒരു ഡോക്ടറിനെ കാണാം. ഇനി രക്തസ്രാവം വേണം എന്നില്ല, മുലക്കണ്ണ് അകത്തോട്ട് വലിയുന്നൊരു കണ്ടീഷൻ വരാം. അല്ല എങ്കിൽ തൊലിയിൽ വരുന്ന മാറ്റം, ഇപ്പം ചിലപ്പോൾ ഒരു ചുമപ്പ് നിറമാവാം, അല്ലെങ്കിൽ നീര് പോലെ വരുന്നതാവാം. നമ്മൾ പറയും ഓറഞ്ചിന്റെ തൊലി പോലെ. അപ്പോൾ ഒരു ടെക്സ്ചറിൽ വരുന്ന മാറ്റം,
അങ്ങനെ ഒരു മാറ്റം കണ്ടാലും നമ്മൾ ഡോക്ടറിനെ കാണണം. അപ്പം ഇതൊക്കെ നമ്മൾ കാണണമെങ്കിൽ നമ്മൾ സ്വയം അത് നോക്കണം എന്നുള്ളതാണ് ഫസ്റ്റ് തിങ്. നമ്മൾ നമ്മളുടെ മാറിടം നന്നായി പരിശോധിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കി അതിലെന്തെങ്കിലും ഒരു വ്യതിയാനം കാണുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഡോക്ടറിനെ കാണാം. അപ്പോൾ രണ്ടാമത് വരുന്നത് ഗർഭാശയമുഖ ക്യാൻസർ ആണ്. അപ്പോൾ സർവൈക്കൽ ക്യാൻസറിന് ബാക്കി ക്യാൻസറിനെക്കാട്ടിലും ഒരു പ്രത്യേകതയുണ്ട്, അറിയോ? മറ്റേ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള കാരണമൊക്കെ നമ്മൾ പറയുന്നത് എന്തായിരിക്കും? പറഞ്ഞ പോലെ തടിപ്പ് എന്തെങ്കിലും കാണാം. റീസൺ, കാരണം എന്നുള്ളത് ഇപ്പം നമ്മൾ സാധാരണ പറയും നമ്മളുടെ ഫുഡിൻ്റെ കൊണ്ടാണ്, നമ്മളുടെ ജീവിതശൈലി കൊണ്ടാണ് ക്യാൻസർ വരുന്നതെന്ന് പറയും. പക്ഷേ നമ്മുടെ സർവൈക്കൽ ക്യാൻസർ വരുന്നത് ഒരു വൈറൽ ഇൻഫെക്ഷൻ കൊണ്ടാണ്. അതാണ് അവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ സ്ത്രീ പുരുഷന്മാർ നോർമലി സെക്ഷലി ബന്ധപ്പെടുമ്പം കിട്ടുന്ന ഒരു നോർമൽ ഇൻഫെക്ഷനാണ് ഈ വൈറൽ ഇൻഫെക്ഷൻ. HPV വൈറസ് എന്ന് പറയും, ഹ്യൂമൻ പാപ്പിലോമ വൈറസ്. നമ്മുടെ അരിമ്പാറകളൊക്കെ ഉണ്ടാക്കുന്നതും ഇതേ കാറ്റഗറി വൈറസ് തന്നെയാണ്. പക്ഷേ ഇതിൽ ചില ടൈപ്പ് വൈറസുകൾ, കുറച്ച് കൂടിയ വൈറസ് ടൈപ്പുകളുണ്ട്. ഇവരുടെ ഇൻഫെക്ഷൻ കിട്ടുവാണെങ്കിൽ അത് നമ്മുടെ ശരീരത്ത് ഒരു 10 വർഷത്തോളം ആ ഇൻഫെക്ഷൻ നിലനിൽക്കുകയാണെങ്കിൽ മാത്രമാണ് ഈ ഒരു സെർവൈക്കൽ ക്യാൻസറിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് ഈ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് നേരത്തെ തിരിച്ചറിയാനുള്ള മാർഗങ്ങളൊക്കെ ഇന്ന് അവൈലബിൾ ആണ്. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കതിനെ തടയാനായിട്ടുള്ള മാർഗങ്ങൾ ഇപ്പം അവൈലബിൾ ആണ്. അപ്പം സർവൈക്കൽ ക്യാൻസറിൻ്റെ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ എടുത്തു പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ബന്ധപ്പെടുമ്പോൾ ഉണ്ടാവുന്ന അതികഠിനമായ വേദന ഒരുപക്ഷെ സർവൈക്കൽ ക്യാൻസറിൻ്റെ ലക്ഷണമാവാം. പ്രത്യേകിച്ചും ബന്ധപ്പെടുന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ രക്തസ്രാവം, നോർമലി അത് ഉണ്ടാവാറില്ല. അപ്പം ബന്ധപ്പെടുന്ന സമയത്ത് വേദനയും അതിനോടൊപ്പം തന്നെ ഒരു രക്തസ്രാവവും കാണുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ആ ഒരു ലക്ഷണം സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ടതുണ്ട്. പിന്നെ ആർത്തവ വിരാമത്തിന് ശേഷം, നമ്മൾ നേരത്തെ പറഞ്ഞു സാധാരണ ഒരു സ്ത്രീക്ക് ആർത്തവ വിരാമം എത്തുന്ന ഒരു ഏജ് ഉണ്ട്. അതിനുശേഷം ഒരു 6 മാസമായിട്ട് ബ്ലഡ് ഒന്നും വന്നിട്ടില്ല, പീരിയഡ്സ് ആയിട്ടൊന്നും വന്നിട്ടില്ല, പക്ഷെ വീണ്ടും ഈ പറയുന്ന പോലെ ഒരു എപ്പിസോഡ് വരുവാണെങ്കിൽ നമ്മൾ അവിടെ നോക്കേണ്ടതുണ്ട്. ചിലപ്പം ഇതൊന്നും ആയിരിക്കത്തില്ല സ്ത്രീകൾ വരുന്നത് റെക്കറൻ്റ് ആയിട്ട് കൂടെ കൂടെ മൂത്രത്തിൽ പഴുപ്പ് എന്ന് പറഞ്ഞൊരു കണ്ടീഷനിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക. അപ്പം ക്യാൻസർ വന്നിട്ട് അവിടെ ഇൻഫെക്ഷൻ വന്നിട്ട് ആ ഇൻഫെക്ഷനാണ് മൂത്രത്തിൽ പഴുപ്പിലേക്ക് നയിക്കുന്നത്. അപ്പം അങ്ങനെ റെക്കറൻ്റ് ആയിട്ട് മൂത്രത്തിൽ പഴുപ്പ് വരുന്നതും ഇതിൻ്റെ ഒരു ഭാഗമായിട്ട്, ലക്ഷണം എന്ന് പറയുന്നില്ല, ഇത് അതായിട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ തിരിച്ചറിയുന്നത് ഇതല്ല കാരണം മറ്റേത് കൊണ്ടാണ് വരുന്നതെന്നുള്ളത്. അപ്പം ഇവിടെ ഈ ഗർഭാശയമുഖ ക്യാൻസറിന് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളും എല്ലാവരും കൃത്യമായിട്ട് ഓർത്ത് വെക്കേണ്ടതാണ്. പിന്നെ ആണുങ്ങളിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ വായിലെ ക്യാൻസറിന് നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 ആഴ്ചയായിട്ടും കരിയാതെ നിൽക്കുന്ന മുറിവുകളുണ്ട് എങ്കിൽ നോക്കുക. ദുശീലങ്ങളാണ് കാരണം എന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് എടുത്തു പറയാനുള്ളൊരു ഇതുണ്ട്. ദുശീലങ്ങൾ ഒന്നും ഇല്ലാത്തവരിലും സ്ത്രീകളിലും വായിലെ ക്യാൻസർ കാണപ്പെടുന്നുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് കൂർത്ത പല്ലുകൾ അല്ലെങ്കിൽ കറക്റ്റായിട്ട് ഫിറ്റ് ആവാത്ത വെപ്പ് പല്ലുകൾ. കൂർത്ത പല്ലുകൾ നമ്മൾ പൊതുവെ കാണപ്പെടുന്നത് ഒരു പ്രായം കഴിയുമ്പം പല്ലൊക്കെ ഒന്ന് ദ്രവിച്ച് കൂർപ്പൊക്കെ വരും. പിന്നെ വെപ്പ് പല്ല് ഓൾറെഡി വെക്കുന്ന പ്രായമായ ആൾക്കാരുണ്ടാവും. ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സംസാരിക്കുമ്പോഴും ചവയ്ക്കുമ്പോഴും ഒക്കെ ഈ കൂർത്ത ഭാഗം നമ്മളുടെ വായിലോ കവിളിലോ ഒരയുന്നുണ്ടാവും. ഇതാരും ശ്രദ്ധിക്കാറില്ല. അങ്ങനെ സ്ഥിരമായി ഒരിടത്ത് ഒരഞ്ഞ് മുറിവ് വരികയാണെങ്കിൽ, സ്ഥിരമായിട്ട് നമ്മൾ അതിനെ കെയർ ചെയ്യുന്നില്ല, ഒരു വർഷത്തോളം ഒക്കെ അങ്ങനെ പോവുകയാണെങ്കിൽ ആ ഭാഗത്ത് ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. വെപ്പ് പല്ലുകളും സെയിം ഇതാണ്. ഇപ്പം നമ്മുടെ അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും ഒക്കെ വിചാരിക്കും മക്കളെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, കറക്റ്റായിട്ട് അത് ഫിറ്റ് അല്ല എങ്കിലും അതും നമ്മുടെ മോണയോട് ചേർന്ന് ഒരയുന്നുണ്ടാവും. അപ്പം അവരത് കെയർ ചെയ്യുന്നില്ല. അങ്ങനെ ഒരഞ്ഞ് മുറിവുകൾ ഉണ്ടാവുകയും സ്ഥിരമായി മുറിവ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത് ആ ഭാഗത്ത് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യണ്ട. അങ്ങനെ ഒരു കൂർത്ത പല്ലുണ്ടെങ്കിൽ നമ്മൾ പല്ല് എടുക്കൊന്നും വേണ്ട, ജസ്റ്റ് പോയി ഡെന്റൽ കണ്ടൊന്ന് ഗ്രൈൻഡ് ചെയ്യാന്ന് പറയും. ആ കൂർപ്പൊന്ന് മാറ്റി കൊടുക്കാം. പല്ല് ഫിറ്റ് അല്ലെങ്കിൽ ഒന്ന് മാറ്റി വാങ്ങാം. ഇത്ര മാത്രം ചെയ്താൽ നമുക്ക് അതിനെ തന്നെ തടയാൻ പറ്റും എന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് കോമൺ ആയിട്ട് കാണപ്പെടുന്ന കുടലിൻ്റെയാണ്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ കുടലിൻ്റെ ക്യാൻസർ ഈ മലത്തിൽ രക്തമായി കാണാം. അല്ല, രക്തമായി കാണുന്നതിന് മുന്നേ തന്നെ വരുന്നൊരു ബുദ്ധിമുട്ടാണ് ഞാൻ ഈ പറഞ്ഞ പോലെ അടുത്തിടെയായിട്ട് മലം പോവാനൊരു ബുദ്ധിമുട്ട് വരാം. അപ്പം അടുത്തിടെ എന്ന് പറയുമ്പോഴത്തേന് ചിലപ്പോൾ ആ ബുദ്ധിമുട്ട് ഒരു 6 മാസക്കാലമായിട്ടൊക്കെ ഉണ്ടാവും. ഇനി അല്ലെങ്കിൽ മലം ഇടവിട്ട് ഇടയ്ക്ക് വയറ്റിൽ നിന്ന് പോകാൻ പാട് വരുന്നു, ഇടയ്ക്ക് ലൂസായിട്ട് വരുന്നു, ഇങ്ങനെ മാറി മാറി വരാം. ഇങ്ങനെ കാണുന്നവരിലും നമ്മളൊന്ന്
ക്യാൻസറിൻ്റെ എന്തെങ്കിലും ഉണ്ടോ എന്ന് സംശയിച്ച് അതിനായിട്ട് ടെസ്റ്റിങ്ങും കാര്യങ്ങളിലേക്കും പോകേണ്ട ആവശ്യമുണ്ട്. ഓക്കെ. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞായിരുന്നല്ലോ സെർവിക് ക്യാൻസർ, കാരണം നമുക്കറിയാം സ്ത്രീകൾ കൂടുതലും ഈ പറഞ്ഞ പോലെ മക്കൾ, ഹസ്ബൻഡ്, വീട്ടുത്തരവാദിത്തങ്ങൾ, ജോലി, അതിലിങ്ങനെ മുഴുകി നിൽക്കുന്ന ഒരു ടൈമാണ്. ഒരുപക്ഷെ അവർക്ക് എത്ര മാസം കൂടുമ്പോൾ ഇങ്ങനെ ഒരു ടെസ്റ്റ് നടത്തി അല്ലെങ്കിൽ അവർക്കതൊരു കൺഫേം ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നമുക്കറിയാം കല്യാണം കഴിഞ്ഞ സ്ത്രീകളാണെങ്കിൽ ഉറപ്പായിട്ടും ആഫ്റ്റർ ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ നമ്മളത് ചെക്ക് ചെയ്യണമെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ചൊന്ന് പറയാമോ? ഓക്കെ. ഇപ്പം HPV-ൻ്റെ സർവൈക്കൽ ക്യാൻസറിൻ്റെ മാത്രമല്ല, നമ്മൾ പൊതുവേ നമ്മളുടെ ക്യാൻസറുകൾക്ക് സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. അപ്പോൾ സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടോ എന്നും ഉണ്ടെങ്കിൽ തന്നെ അതിനെ നമുക്ക് പ്രതിരോധിക്കാനും കഴിയുന്ന ടെസ്റ്റുകളാണ് സ്ക്രീനിങ് ടെസ്റ്റ്. ആ വാക്കിൻ്റെ ഇമ്പോർട്ടൻസ് അതാണ്, സ്ക്രീനിങ് എന്നുള്ളത്. അപ്പം ഏർലി ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാൻസറിനെ തുടക്കത്തിൽ കണ്ടുപിടിക്കലാണ് ഏർലി ഡിറ്റക്ഷൻ. സ്ക്രീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസർ അവിടെ വന്നിട്ടില്ല, പക്ഷെ വരാൻ സാധ്യതയുണ്ട്, ഉണ്ടെങ്കിൽ ആ സാധ്യതയെ കണ്ടുപിടിക്കുന്നതാണ് സ്ക്രീനിങ് എന്ന് പറയുന്നത്. മിക്കവാറും സ്ക്രീനിങ് കൊണ്ട് തന്നെ ചിലപ്പം ക്യാൻസറിൻ്റെ ഏർലി ഡിറ്റക്ഷനിലോട്ട് എത്തിച്ചേരാറുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഏതെങ്കിലും ഒരു ടെസ്റ്റ് ഉണ്ടോ ഡോക്ടറെ ഈ എല്ലാ ക്യാൻസറും കൂടെ കണ്ടുപിടിക്കാൻ? അല്ലെങ്കിൽ എൻ്റെ എല്ലാവർക്കും അറിയാം, ഇപ്പം പെറ്റ് സ്കാൻ എന്നൊക്കെ പറഞ്ഞാൽ ദേഹം മൊത്തം ഇമേജ് ചെയ്യണ ഒരു ഇമേജിങ് ആണ്. പെറ്റ് സ്കാൻ ചെയ്താൽ മതിയോ, എവിടെയെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പം ഞാൻ എല്ലാവരോടും എല്ലാ ക്ലാസ്സിലും പറയുന്നതാണ്, അങ്ങനെ ഇതുവരെ നമുക്കൊരു ഒറ്റ ബ്ലഡ് ടെസ്റ്റ് കൊണ്ടോ ഒരു സ്കാനിങ് ടെസ്റ്റ് കൊണ്ടോ എല്ലാ ക്യാൻസറുകളെയും തിരിച്ചറിയാനായിട്ട് ടെസ്റ്റുകളൊന്നും വന്നിട്ടില്ല. അതൊരു നല്ല കാര്യവുമല്ല. ഓരോ ക്യാൻസറിനും അതിൻ്റേതായിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകളുണ്ട്. ഈ പറഞ്ഞ നിലവിൽ നമുക്ക് എല്ലാ ക്യാൻസറുകളെയും സ്ക്രീൻ ചെയ്യാൻ പറ്റത്തുമില്ല. നമുക്ക് നമ്മുടെ നാട്ടിൽ നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത കോമൺ ആയി കാണപ്പെടുന്ന ക്യാൻസറുകളെ സ്ക്രീൻ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമുക്കിപ്പോൾ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ അത് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ തന്നെയാണ്. അപ്പോൾ അതിൽ ഏറ്റവും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ എന്തെങ്കിലും മാറ്റം ഉണ്ട് എന്ന് കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കിയാലേ കാണുള്ളൂ. അപ്പോൾ അതാണ് സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷൻ. ഇത് നമ്മൾ അഡ്വൈസ് ചെയ്യുന്നത് 20 വയസ്സ് തൊട്ട് എല്ലാ പെൺകുട്ടികളോടും ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ചെയ്യേണ്ട രീതിയൊക്കെ ഇപ്പോൾ നമ്മളൊരു യൂട്യൂബൊക്കെ നോക്കിയാൽ നമുക്ക് നല്ല മെത്തേഡ്സ് കാണാൻ കഴിയും. അപ്പോൾ അതിൽ നല്ലതായിട്ടുള്ളത് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു മാറിനെ നമ്മുടെ ഒരു ക്ലോക്ക് പോലെ സങ്കല്പിച്ച് ഒരു 12 ഡിവിഷനായിട്ട് നമ്മളുടെ കൈ വിരലുകൾ, ഈ 3 വിരലുകളുടെ ഈ ഭാഗം കൊണ്ടാണ് തൊട്ട് നോക്കേണ്ടത്. അപ്പോൾ അങ്ങനത്തെ വീഡിയോസ് നമുക്ക് അവൈലബിൾ ആണ്. അത് നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളതും ഉണ്ട്. ഓക്കെ. അപ്പം ഇത് എപ്പോൾ ചെയ്യണം എന്ന് വെച്ചാൽ 20 വയസ്സ് തൊട്ട് ചെയ്ത് തുടങ്ങണം. ഇനി എപ്പോഴൊക്കെ ചെയ്യണം എന്ന് അറിയോ? മുംതാസിന് അറിയോ? മീൻസ് മാസം തോറും ആണോ, വർഷം തോറും ആണോ? ഒരു 6 മാസം കൂടി പോരാ, മാസം തോറും ചെയ്യണം. എല്ലാ മാസവും ചെയ്യണം. ഇനി മാസത്തിൽ ഏത് ദിവസം ചെയ്യും? ഒരു പക്ഷേ പീരിയഡ്സ് ടൈം അല്ലാത്ത ടൈമുകളിലൊക്കെ ചെയ്യണം. അങ്ങനെയാണ്. പീരിയഡ്സ് ടൈം അല്ലാത്ത ടൈമാണ്, പക്ഷെ ഏറ്റവും നല്ല സമയം പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള 5 മുതൽ 10 ദിവസം. നമ്മൾ പീരിയഡ്സിന്റെ ഡേ 1 എന്നാണല്ലോ കൗണ്ട് ചെയ്യുക. അപ്പം പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള ഒരു 5 to 10 days ആണ് ഏറ്റവും നല്ലത്. അപ്പം ആ സമയത്തായിരിക്കും നമ്മളുടെ മാറിൻ്റെ ഒരു നോർമൽ രൂപത്തിൽ ഇരിക്കുന്നത്. അപ്പം അത് കഴിയുമ്പോഴത്തേന് ഹോർമോണൽ ചേഞ്ചസ് വരുമ്പം പെയിനും കാര്യങ്ങളും കുറച്ച് ഒരു തടിപ്പും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അപ്പം ആ ഒരു സമയം നമ്മൾ എടുക്കൂല. കറക്റ്റ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത് 5 to 10 days ആണ് പീരിയഡ്സ് കഴിഞ്ഞിട്ടുള്ള. അപ്പോൾ ആ സമയത്ത് വേണം നമ്മൾ നോക്കാനായിട്ട്. ഇനി 20 വയസ്സ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾ മാത്രം നോക്കിയാൽ മതിയോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അങ്ങനെ നിങ്ങൾ മാത്രം നോക്കിയാൽ പോരാ. 20 തൊട്ട് 30 വയസ്സ് വരെയാണെങ്കിൽ നമ്മൾ പറയാം 3 വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ഡോക്ടറിനെ കൊണ്ടോ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു സിസ്റ്ററിനെ കൊണ്ടോ അത് നോക്കിപ്പിക്കണം. കാരണം നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നത് മാത്രമായിരിക്കും നമുക്ക് തനിയെ നോക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മൾ അല്ലാതെ പരിശോധിക്കുമ്പോൾ കക്ഷത്തെ കഴലുകളും പരിശോധിക്കേണ്ടതുണ്ട്. അതപ്പോൾ തനിയെ നോക്കാൻ പ്രയാസം ആയതുകൊണ്ട് വേറൊരാളുടെ ഹെൽപ്പും കൂടെ വേണം. അപ്പം അതുകൊണ്ട് തന്നെ 20 തൊട്ട് 30 വയസ്സ് വരെ 3 വർഷത്തിലൊരിക്കൽ ഒരു ഡോക്ടറിനെ കൊണ്ട് നോക്കാം. ഇനി നമ്മൾ പറയാം ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ ചെയ്യിപ്പിക്കുക എന്ന് പറയും. ഇനി 30 വയസ്സിന് മുകളിലോട്ടുള്ള സ്ത്രീകളാണെങ്കിൽ വർഷത്തിലൊരിക്കൽ ഡോക്ടറിനെ കൊണ്ട്
പരിശോധിപ്പിക്കേണ്ടതുണ്ട്. ഇനി 40 വയസ്സ് തൊട്ടാണെങ്കിൽ നമ്മൾ മാമോഗ്രാം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ 40 വയസ്സ് തൊട്ടാണ് നമ്മൾ വർഷത്തിലൊരിക്കൽ മാമോഗ്രാം ചെയ്യാനായിട്ട് പറയുന്നത്. ഇനി കറക്റ്റായിട്ട് ഈ പറയുന്ന എല്ലാ പ്രോസസ്സും ചെയ്ത ഒരാളാണ് എങ്കിൽ 50 വയസ്സ് തൊട്ട് 2 വർഷം കൂടുമ്പോൾ മാമോഗ്രാം എടുത്താലും മതി. ഇതിൻ്റെ പ്രീവിയസ് ആയിട്ടുള്ള എല്ലാം നോർമൽ ആണ് എങ്കിലാണ് ഇത് വരുന്നത്. അപ്പം ബ്രസ്റ്റിൻ്റെ കാര്യത്തിൽ സെൽഫ് ബ്രസ്റ്റ് എക്സാമിനേഷനും ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷനും മാനുവലി മാമോഗ്രാമുമാണ് നമുക്ക് ഏറ്റവും നല്ലൊരു സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് പറയാൻ പറ്റുന്നത്. ഇനി മുംതാസ് ചോദിച്ച ചോദ്യം നെക്സ്റ്റ് നമ്മുടെ സർവൈക്കൽ ക്യാൻസറിലോട്ട് വരാണ്. അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ്, നമ്മൾ സെക്ഷലി ബന്ധപ്പെടുമ്പം കിട്ടുന്ന നോർമൽ ഇൻഫെക്ഷൻ ആണ് എന്നുള്ളത്. അപ്പം സെക്ഷൽ ആക്ടിവിറ്റി തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ടെസ്റ്റിങ്ങും സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം നമ്മുടെ ഗൈഡ് ലൈൻസ് ഒരുപാടുണ്ട്. നമ്മൾ ഫോളോ ചെയ്യുന്നത് ശരിക്കും 30 വയസ്സ് തൊട്ടാണ് ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാൻ പറയുന്നത്. ഇനി അല്ല, കല്യാണം കഴിഞ്ഞ് ഒരു 3 വർഷം സെക്ഷൽ ആക്ടിവിറ്റി തുടങ്ങി ഒരു 3 വർഷം ആയിട്ടുണ്ട് എങ്കിലും നമുക്ക് ഈ ടെസ്റ്റുകൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നമ്മൾ പൊതുവെ ഇങ്ങനെ പറയുന്നത് കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടി ആയിട്ടുണ്ടെങ്കിൽ തുടങ്ങാം. അത് നമ്മൾ സാധാരണക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് പറയുന്നതാണ്. ഐഡിയലി നമ്മൾ ഉദ്ദേശിക്കുന്ന സെക്ഷൽ ആക്ടിവിറ്റി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ 30 വയസ്സ് തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്ക്രീനിങ് ടെസ്റ്റായിട്ട് 2 തരം ടെസ്റ്റുകൾ അവൈലബിൾ ആണ് നമ്മളുടെ നാട്ടിൽ. ഒന്ന് പാപ്സ്മിയർ ടെസ്റ്റ് കേട്ടിട്ടുണ്ടാവും, പാപ്സ്മിയർ ടെസ്റ്റ്. അപ്പം അത് ആണ് ചെയ്യുന്നതെങ്കിൽ 3 വർഷം കൂടുമ്പം നമ്മൾ ചെയ്യണം. ഇനി അടുത്ത ടെസ്റ്റ് പുതിയതായിട്ട് ഇപ്പോൾ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് HPV DNA ടെസ്റ്റ്. അതായത് ഈ വൈറൽ ഇൻഫെക്ഷൻ ഉണ്ടോ എന്ന് ഡയറക്റ്റ്ലി ചെക്ക് ചെയ്യുന്നതാണ് HPV DNA ടെസ്റ്റ്. ബ്ലഡ് ടെസ്റ്റ് ആണ്, അല്ല. നമ്മൾ പാപ്സ്മിയർ ചെയ്യുന്ന പോലെ തന്നെ ആ ഭാഗത്ത് നിന്നും സെക്രീഷൻസ് എടുത്ത് തന്നെയാണ് നമ്മൾ ടെസ്റ്റിന് അയക്കുന്നത്. ഇൻഫെക്ഷൻ ആ ഭാഗത്തുണ്ടോ എന്ന് തന്നെയാണ് നോക്കുന്നത്, ബ്ലഡ് ടെസ്റ്റ് അല്ല. സിമ്പിൾ ആയിട്ടുള്ള ഒരു ടെസ്റ്റാണ്. നമ്മൾ OP ആയിട്ട് വന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റ് പോലും എടുക്കാത്ത, ഒട്ടും പെയിൻ ഇല്ലാത്ത ഒരു സിമ്പിൾ ടെസ്റ്റാണ് അത് വരുന്നത്. അതാണ് എങ്കിൽ നമ്മൾ 5 ഇയേഴ്സ് 5 വർഷം കൂടുമ്പം ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഇപ്പോഴത്തെ നമ്മളുടെ ഗൈഡ് ലൈൻ അനുസരിച്ച് നമ്മുടെ ഇന്ത്യയുടെ ഒരു സാമ്പത്തികപരമായ കാര്യങ്ങളും അന്വേഷിച്ച് ഇപ്പോൾ എല്ലാവർക്കും ഈ പറയുന്ന പോലെ 5 ഇയേഴ്സ് കൂടുമ്പോഴും 3 ഇയേഴ്സ് കൂടുമ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ കൂടിയും HPV DNA ടെസ്റ്റ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് ജീവിതത്തിൽ അറ്റ്ലീസ്റ്റ് 2 തവണയെങ്കിലും നിങ്ങൾ ചെയ്യാം. നമ്മൾ പറയുന്ന ഏജ് 35 വയസ്സും 45 വയസ്സുമാണ്. ഇങ്ങനെ പറയാൻ കാരണം നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ ഉണ്ട് എങ്കിൽ തന്നെയും നമ്മളുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി അതിനെ നശിപ്പിച്ച് കളഞ്ഞോളും. ഇനി എങ്ങാനും അതിനെയും ഓവർകം ചെയ്ത് ഇൻഫെക്ഷൻ നിൽക്കുവാണെങ്കിൽ തന്നെ ഒരു 10 വർഷത്തോളം അങ്ങനെ നിന്നാലായിരിക്കും നമുക്ക് ക്യാൻസറിലേക്ക് എത്തുക. അപ്പം നമുക്ക് ഈ 35 വയസ്സിലും 45 വയസ്സിലും ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ, ആ 10 വർഷ ഗ്യാപ്പിൽ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അത് തന്നെ നമുക്കൊരു ലൈഫ് ടൈം പ്രൊട്ടക്ഷൻ പോലെ. അപ്പോൾ ആ 2 ഏജിലും ഇല്ല എങ്കിൽ പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ സെക്ഷലി അത്ര ആക്റ്റീവ് ആവാനുള്ളൊരു പോസിബിലിറ്റി കുറവായതുകൊണ്ടൊക്കെയാണ് നമ്മൾ ഈ 2 ഏജ് ഇത് പറയുന്നത്. പിന്നെ എത്ര വയസ്സ് വരെ ചെയ്യണമെന്ന് ചോദിച്ചാൽ ഐഡിയലി നമ്മൾ 30 വയസ്സിലേ തുടങ്ങിയിട്ടുണ്ട് എങ്കിൽ മാത്രം നമ്മളൊരു 75 പറയും. പക്ഷെ നമ്മുടെ നാട്ടിൽ മിക്കവാറും ആൾക്കാർ ഇത്രയും കറക്റ്റായിട്ടൊന്നും ചെയ്ത് തുടങ്ങാത്തത് കൊണ്ട് നമ്മൾ പറയുന്നത് എത്രത്തോളം അവർക്ക് ചെയ്യാമോ അത്രത്തോളം ചെയ്യുന്നതാണ് നല്ലതെന്ന് പറയും. 30 വയസ്സിൽ തുടങ്ങി കറക്റ്റായിട്ട് ഈ 3 വർഷം കൂടുമ്പം ചെയ്യുന്ന ഒരാളോ അല്ലെങ്കിൽ 5 വർഷം കൂടുമ്പം ചെയ്യുന്ന ഒരാളോ ആണെങ്കിൽ ഒരു 75 ഇയേഴ്സ് വരെ മതി എന്നുള്ളത് നമ്മൾ പറയാറുണ്ട്. ഇപ്പോൾ ഡോക്ടർ, നമുക്കറിയാം ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ പോലുള്ള അല്ലെങ്കിൽ ലുക്കീമിയ പോലുള്ളവയൊക്കെ നമുക്ക് പാരമ്പര്യമായി കിട്ടും അല്ലെങ്കിൽ ഉണ്ടാകുമെന്നുള്ളൊരു കാര്യം ഇങ്ങനെ ഡോക്ടേഴ്സൊക്കെ സൂചിപ്പിക്കാറുണ്ട്. ശരിക്കും അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പം ഇവിടെ മുംതാസ് പറഞ്ഞ ഒരു ഇത് ഞാൻ എടുക്കുകയാണ്, ലുക്കീമിയ എന്നുള്ളത്. അപ്പോൾ അതൊരു വേറൊരു ടൈപ്പ്. നമ്മൾ സാധാരണ ട്യൂമേഴ്സിന് നമ്മൾ സോളിഡ് ട്യൂമേഴ്സ് എന്നും ബാക്കിയെല്ലാം ബ്ലഡ് റിലേറ്റഡ് എന്നുള്ള രീതിയിൽ നമുക്ക് മെയിനായിട്ട് തിരിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഞാൻ സംസാരിച്ച കൂടുതലും കാര്യങ്ങളും സോളിഡ് ട്യൂമേഴ്സ്, അതായത് നമ്മുടെ നാട്ടിൽ കോമൺ ആയി കാണപ്പെടുന്നത് സോളിഡ് ട്യൂമേഴ്സ് ആണ്. പ്രത്യേകിച്ച് നമ്മളുടെ ഏജ് കൂടുമ്പോൾ നമ്മളിൽ വരുന്ന ക്യാൻസറുകളാണ് പറയുന്നത്. ലുക്കീമിയ പറയുന്ന ബ്ലഡ് ടൈപ്പ് ക്യാൻസേഴ്സ് ആക്ച്വലി നമ്മൾ ഈ പറയുന്ന പ്രിവെൻറ്റീവ് മെഷേഴ്സ് ഒന്നും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളോടൊന്നും അധികം യോജിക്കാതെ വരുന്ന ഒരു സെപ്പറേറ്റ് കാറ്റഗറിയാണ് വരിക. അപ്പോൾ അതിനെപ്പറ്റി ആക്ച്വലി നമുക്ക് അതിൽ കുറച്ച് മറ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കേണ്ട ഒരു ഇതുണ്ട്. നമുക്ക് കോമൺ ആയിട്ട് പക്ഷെ നമ്മൾ കൂടുതലും സോളിഡ് ട്യൂമേഴ്സ് ആണ് കാണപ്പെടുന്നതുകൊണ്ട് ഞാൻ അതിലോട്ട് തന്നെ തിരിച്ചു വരാം. അപ്പോൾ ഞാൻ നമ്മൾ ഈ പറഞ്ഞ കോമൺ ആയി കാണപ്പെടുന്ന ക്യാൻസറുകളിൽ പാരമ്പര്യത്തിന്റെ എത്രത്തോളമാണ് വരുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അതിലോട്ട് കയറുമ്പോൾ നമ്മൾ അറിഞ്ഞേണ്ട ഒരു പ്രധാന കാരണം എന്തുകൊണ്ടാണ് നമുക്ക് ക്യാൻസർ എന്ന് പറയുന്ന ഈ ഒരു രോഗാവസ്ഥ വരുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ടത്.
അപ്പോൾ ഇവിടെയും നമ്മൾ മെയിനായിട്ട് രണ്ടായിട്ട് തരംതിരിക്കാം. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്ന കുറച്ച് ഘടകങ്ങൾ, റിസ്ക് ഫാക്ടേഴ്സ് എന്നുള്ളത് തന്നെയാണ് അതിനകത്ത് ഞാൻ എടുത്തു പറയുന്നത്. അതിൽ നിയന്ത്രിക്കാൻ പറ്റുന്നവയുണ്ട്, രണ്ടാമത് നിയന്ത്രിക്കാൻ പറ്റാത്തവയുണ്ട്. അപ്പോൾ ഈ നിയന്ത്രിക്കാൻ പറ്റുന്നതാണ് ശരിക്കും പറഞ്ഞാൽ 90%. പറ്റാത്തവ ശരിക്കും പറഞ്ഞാൽ 10%. ഉള്ളൂ. ഈ നിയന്ത്രിക്കാൻ പറ്റുന്ന ഘടകം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള്, ഹാർട്ട് ഡിസീസ്, സ്ട്രോക്ക്, ഇതൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ഇതൊക്കെ എന്തുകൊണ്ടാണ് വരുന്നതെന്നാ നമ്മൾ പഠിച്ചിരിക്കുന്നത്? നമ്മുടെ ലൈഫ് സ്റ്റൈലിന്റെ ഒരു ചേഞ്ചസ് കൊണ്ടാണ്. നമ്മുടെ ആഹാരം, അതിൽ നിന്ന് വരുന്ന നമ്മുടെ ജീവിതശൈലി, നമ്മുടെ ഒരു ഇരുന്നുള്ള ജോലിയാണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത്, എക്സർസൈസിന്റെ കുറവുണ്ട്, എല്ലാം ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടാണ് ഇതിനെ എടുത്തേക്കുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ക്യാൻസറിനെയും ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയിട്ടാണ് കൂട്ടിയേക്കുന്നത്. എന്ന് പറയുമ്പം ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഒക്കെ എന്തുകൊണ്ടാണോ വരുന്നത്, അതുകൊണ്ട് തന്നെയാണ് ക്യാൻസറും വരുന്നത്. അപ്പോൾ 90% വരുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഘടകങ്ങളാണ്. ബാക്കി പറഞ്ഞ 10%-ലാണ് വേറെ എന്തൊക്കെ വരുമെന്ന് ചോദിച്ചാൽ, ഫസ്റ്റ് നമുക്ക് പറയാനുള്ളത് നമ്മളുടെ ഏജ്, പ്രായം കൂടുന്തോറും ഉറപ്പായിട്ടും ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞ ഒരു ഇതാ ബിൽഡിംഗ് കെട്ടുന്ന പ്രോസസ്സ് ഓർത്താൽ മതി. ശരീരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുവാണ്, പ്രായം കൂടുന്തോറും അതിന് ചെറിയ പണികളൊക്കെ വരും. അപ്പോൾ അതിനെ പഴയ പോലെ അങ്ങോട്ട് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് എവിടെയെങ്കിലും ആ ഒരു പ്രോസസ്സിൽ, മെക്കാനിസത്തിൽ കേടുവന്നാൽ നമുക്ക് സംഭവിക്കാം. അപ്പോൾ അതുകൊണ്ട് ഏജ് കൂടുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ക്യാൻസറിൻ്റെ റിസ്ക് കൂടും. അപ്പോൾ അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, എന്തായാലും ഏജ് കൂടും. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് സെക്സ്, ലിംഗം. സ്ത്രീകളാണെങ്കിൽ തീർച്ചയായിട്ടും ബ്രസ്റ്റ് ക്യാൻസറാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പുരുഷന്മാരാണെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ക്യാൻസർ എന്താണേലും അവർക്ക് വരാനുള്ള റിസ്ക് കൂടുതലാണ്. അപ്പം അതും നമുക്ക് ഒന്നും പ്രത്യേകിച്ച് ചെയ്യാനായിട്ട് ഇല്ല. പിന്നെ നമുക്ക് അതുപോലെ ഒരു കാര്യമാണ്, നേരത്തെ ആർത്തവം വരിക എന്ന് പറയുമ്പോഴത്തേന് 12 വയസ്സിന് മുന്നേ ആർത്തവം വരുന്ന ഒരാളിൽ, അല്ലെങ്കിൽ 55 വയസ്സിന് ശേഷവും ആർത്തവ വിരാമം വരാത്ത ഒരാളിൽ നമുക്ക് ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക് കൂടുതലായിട്ടാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് അല്ല, ഹോർമോണിൻ്റെ എക്സ്പോഷറാണ് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഇതിൽ വരുന്നത്. അപ്പോൾ അതും നമുക്ക് എപ്പോഴാണ് മെൻസസ് വരുന്നതെന്നും നിൽക്കുന്നത് എന്നുള്ളതും നമുക്കും അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. അപ്പം ഇതേ കൂട്ടത്തിൽ വരുന്നതാണ് ഇപ്പം ചോദിച്ച പാരമ്പര്യം എന്ന് പറയുന്ന ഒരു ഫാക്ടർ. അപ്പം ആ 10%-ത്തിൽ തന്നെ ഒരെണ്ണമേ ആവുന്നുള്ളൂ ഈ പാരമ്പര്യം എന്ന് പറയാം. അപ്പം ശരിക്കും പാരമ്പര്യം എന്നുള്ള വാക്ക് നമ്മൾ മെഡിക്കലി പറയുമ്പം കുറച്ച് ഡിഫറൻസ് ഉണ്ട് സാധാരണ ആളുകൾ പറയുന്നതിൽ. ഇപ്പം രണ്ടായിട്ടാണ് ഞങ്ങൾ പറയാം, ഒന്ന് ഫെമിലിയൽ എന്നും ഒന്ന് ഹെറിഡിറ്ററി എന്നും. അപ്പം ഫെമിലിയൽ എന്ന് പറയുമ്പം കുടുംബപരമായി, പാരമ്പര്യം എന്ന് പറയുമ്പോൾ ഹെറിഡിറ്ററി. ഇതിൽ ശരിക്കും നമുക്ക് സംഭവിക്കുന്നത് കുടുംബപരമായി ക്യാൻസർ വരുന്നു എന്നുള്ളതാണ് നമ്മൾ കൂടുതലായിട്ടും കാണപ്പെടുന്നത്. അപ്പോൾ അതായത് അച്ഛൻ്റെ അമ്മയുടെയും ജീനുകൾ, നമുക്ക് എല്ലാം നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയും നമ്മുടെ പ്രവർത്തനവും എല്ലാം തീരുമാനിക്കുന്നത് കുറച്ചും കൂടെ ഡെപ്തിൽ പോവുകയാണ് ഈ സെൽസിൻ്റെ അകത്തുള്ള ജീൻസ് എന്ന് പറയും, ജീനുകളാണ്. അപ്പോൾ അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും കിട്ടുന്ന ജീനുകളാണ്. അപ്പോൾ നമ്മളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ ആ തരത്തിലുള്ള ജീനുകൾ കിട്ടുന്നത് കൊണ്ട് തന്നെ നമുക്ക് ക്യാൻസർ വരാനുള്ള റിസ്ക് കൂടുതലായിരിക്കും. പിന്നെ നമ്മളുടെ ലൈഫ് സ്റ്റൈൽ, അച്ഛൻ്റെ അമ്മയുടെ അല്ലെ നമ്മളുടെ ഫാമിലിയിലുള്ളവരുടെ ലൈഫ് സ്റ്റൈൽ തന്നെ ആയിരിക്കും എന്താണെങ്കിലും നമുക്ക് കിട്ടുന്നത്. അപ്പം അതുകൊണ്ട് ആ ലൈഫ് സ്റ്റൈലും സെയിം ആണ്. പിന്നെ നമ്മൾ ജീവിക്കുന്ന സാഹചര്യം, എൻവയോൺമെന്റ്, അപ്പം അതും നമ്മളുടെ സെയിം ആയിരിക്കും. ഇതൊക്കെ കൊണ്ട് തന്നെ ഫെമിലിയലായിട്ട് കുടുംബപരമായി ക്യാൻസർ ഒരാളിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വരാനുള്ള സാധ്യത കൂടുതൽ തന്നെയാണ്. അപ്പം അവർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് പറഞ്ഞ പാരമ്പര്യം, അത് ഹെറിഡിറ്ററിയാണ്. അപ്പം ഇവിടുത്തെ പ്രത്യേകത, ഡിഫറൻസ് മെയിൻലി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ പറയും. അപ്പം അച്ഛനോ അമ്മയ്ക്കോ ക്യാൻസർ വന്നിട്ടുണ്ട്, എനിക്ക് വരാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയും, ഒരു സാധ്യതയെ പറയുന്നുള്ളൂ. ഇനി വരാതിരിക്കാം, ചിലപ്പം വരാതെ ഇരിക്കാം. അങ്ങനെയാണ് കുടുംബപരമായി കാണപ്പെടുന്ന ക്യാൻസറുകൾ. എന്നാൽ ഹെറിഡിറ്ററി എന്ന് പറയുമ്പം അച്ഛനും അമ്മയ്ക്കും വന്നിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും എനിക്ക് വരാൻ ഒരു എല്ലാത്തിനും ഓരോ ക്യാൻസറിനും ഒരു പെർസെൻറ്റേജ് പറയാറുണ്ട്. അപ്പോൾ അവരിൽ ഇന്ന ഒരു ജീൻ ഉണ്ട് എങ്കിൽ എന്നിൽ വരാൻ ഇത്ര സാധ്യത ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കുറച്ച് തരം ക്യാൻസറുകളാണ്, അല്ലെങ്കിൽ കുറച്ച് ഇതാണ് ഹെറിഡിറ്ററി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈവൻ ബ്രസ്റ്റ് ക്യാൻസറിന് പോലും നമ്മൾ ബ്രാക്ക ജീൻ മ്യൂട്ടേഷൻ എന്ന് പറയും, BRCA ജീൻ മ്യൂട്ടേഷൻ എന്നൊക്കെ പറയും. ആ മ്യൂട്ടേഷൻ ഒക്കെ ഉള്ള ഒരു അമ്മയാണ് എങ്കിൽ തീർച്ചയായിട്ടും കുട്ടിക്ക് ബ്രസ്റ്റ് ക്യാൻസർ
ക്യാൻസർ വരാനുള്ള ഒരു ഇത്ര പെർസെൻറ്റേജ് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട ആവശ്യം അവിടെ ഇല്ല, കാരണം അത് ഭയങ്കര കുറവാണ്. വീണ്ടും ഈ ഒരു 10% എടുക്കുകയാണെങ്കിൽ, മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ ഹെറിഡിറ്ററി ആയിട്ട് വരാനുള്ളത് വീണ്ടും അതിൽ തന്നെ ഒരു 10% താഴെ ഉള്ളൂ ചാൻസ്. കൂടുതലും ഫെമിലിയൽ, കുടുംബപരമായി വരാനാണ് സാധ്യത. അത് നമ്മുടെ ഈ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ ഒരുപോലെ ആയതുകൊണ്ടും ചെറിയ ചെറിയ ജീനുകൾ നമുക്ക് അവരിൽ നിന്ന് കിട്ടുന്നത് കൊണ്ടും ഒക്കെയാണ് അത് വരുന്നത്. അപ്പം പാരമ്പര്യം എന്ന് പറയുമ്പം അതിനങ്ങനെ പേടിക്കേണ്ട. അതായത് ഫെമിലിയിലാണ് കൂടുതലുമായിട്ട് നമ്മൾ ഈ കുടുംബങ്ങളിൽ കാണപ്പെടുന്ന ക്യാൻസറുകൾ എന്ന് പറയുന്നത്. ഈവൻ അങ്ങനെ ഇപ്പോൾ കുടുംബപരമായിട്ട് അച്ഛനോ അമ്മയ്ക്കോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് അവസ്ഥ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ മക്കൾ അങ്ങനെ ഇത്ര ഏജിൽ അവർ സ്ക്രീൻ ടെസ്റ്റിന് വിധേയമാകണം, അങ്ങനെയുണ്ടോ? ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. അപ്പം അതും ഈ പറയുന്ന പോലെ രണ്ട് ഇതാണ്, ഫെമിലിയൽ ആണോ അത് ഹെറിഡിറ്ററി ആണോ എന്ന് ഉറപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ നാട്ടിൽ എല്ലാ ക്യാൻസറുകൾക്കും ഈ പറയുന്ന ഒരു ഹെറിഡിറ്ററി പാറ്റേണുകൾ കണ്ടുപിടിച്ച് നമ്മൾ സ്റ്റഡികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ അതിലേക്ക് ആഡ് ഓൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ ഒരു ഹെറിഡിറ്ററി ഫാക്ടറും ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ബ്രാക്ക ജീൻ മ്യൂട്ടേഷനൊക്കെ ടെസ്റ്റിംഗ് ഒക്കെ ഉണ്ട് എന്നുള്ളത്. അപ്പോൾ നമ്മളത് തീരുമാനിക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മളൊരു പേഷ്യൻ്റ് നമ്മുടെ അടുത്ത് ക്യാൻസർ സ്ഥിരീകരിച്ചു വരികയാണ്. ഇപ്പം എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് ക്യാൻസർ സ്ഥിരീകരിച്ചു വരികയാണ്. അപ്പം അവരിൽ ഹെറിഡിറ്ററി ആയിട്ട് ക്യാൻസർ വരാൻ സാധ്യത ഉണ്ടോ എന്ന് നമുക്ക് സംശയം ഉണ്ടാക്കുന്ന കുറച്ച് ഫാക്ടേഴ്സ് കാണും. ഇപ്പം അവരുടെ ഏജ് ആയിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വന്ന ക്യാൻസർ ടൈപ്പ് ആയിരിക്കാം. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അത് ഡിസൈഡ് ചെയ്യണം. അപ്പം അങ്ങനെ ഉണ്ട് എങ്കിൽ നമ്മൾ അവരോട് ജനറ്റിക് ടെസ്റ്റിങ്ങിന് വിധേയമാകാൻ നമ്മൾ പറയാം. അത് നമ്മളുടെ ട്രീറ്റ്മെൻറ്റിലൊക്കെ വന്നിട്ടുള്ള ഒരു അടുത്ത നെക്സ്റ്റ് പടിയാണ്, ഒരു മുന്നേറ്റം എന്ന് തന്നെ പറയാൻ പറ്റും. അപ്പം അവരോട് നമ്മൾ ജനറ്റിക് ടെസ്റ്റിങ്ങിന് വിധേയമാകാൻ പറയും. അപ്പോൾ ജനറ്റിക് ടെസ്റ്റിങ്ങിന് വിധേയമായിട്ട് അവർക്ക് ഈ പറയുന്ന ഒരു ഹെറിഡിറ്ററി മ്യൂട്ടേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ആ ഒരു അബ്നോർമാലിറ്റി ഉണ്ട് എന്ന് അവരിൽ തെളിയുവാണെങ്കിൽ മാത്രം നമ്മൾ അവരുടെ തൊട്ടടുത്ത റിലേറ്റീവ്സ്, ഫസ്റ്റ് ഡിഗ്രി റിലേറ്റീവ്സ് എന്ന് പറയുമ്പോൾ അവരുടെ അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, മക്കൾ, ഇവരാണ് ആ ഫസ്റ്റ് ഡിഗ്രിയിൽ വരാം, അവരോട് ടെസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെടും. അവർക്കും ആ ജീൻ അല്ലെങ്കിൽ ആ മ്യൂട്ടേഷൻ പോസിറ്റീവായിട്ട് ടെസ്റ്റ് റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ, അവർക്കും ക്യാൻസർ വരാൻ ഇത്ര പെർസെൻറ്റേജ് സാധ്യത ഉണ്ട് എന്ന് നമുക്ക് പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ഉണ്ട് എങ്കിൽ തന്നെ, ഇപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ട് എങ്കിൽ തന്നെ നിലവിൽ നമുക്ക് ആ റിസ്ക് കുറയ്ക്കാനായിട്ടുള്ള റിസ്ക് റിഡക്ഷൻ അപ്രോച്ചസ് ഒക്കെ ഉണ്ട്. ഇപ്പോൾ ബ്രസ്റ്റിനെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഈ പറയുന്ന ബ്രാക്ക ജീൻ മ്യൂട്ടേഷൻ ഒക്കെ ഉണ്ട് എങ്കിൽ, ഞാൻ പറയുന്നത് കുറച്ച് ഹൈഫൈ ആയിട്ട് തോന്നാം, എനിവേ അങ്ങനെ ഒരു റിസ്ക് ഉണ്ട് എങ്കിൽ ഇപ്പം നമുക്ക് മാറ്റാനുള്ള ഇതുണ്ട്. പ്രൊഫൈലാക്റ്റിക് ആയിട്ട് നമുക്ക് മാറുടെ ക്യാൻസർ വരുമെന്ന് അറിയുവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മാറെടുത്ത് മാറ്റിയിട്ട് വേറെ വെക്കാൻ പറ്റും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 45 വയസ്സിന് മുന്നേ ആണെങ്കിൽ നമുക്ക് ഓവറി എടുത്ത് മാറ്റാൻ പറ്റും. ഈ ബ്രസ്റ്റ് ക്യാൻസർ റിസ്ക്കും ഒവേറിയൻ ക്യാൻസർ റിസ്ക്കും ഒക്കെ കുറയ്ക്കാനായിട്ട് അങ്ങനത്തെ പ്രൊഫൈലാക്റ്റിക് അപ്രോച്ചസുകളുണ്ട്. അപ്പം നമ്മുടെ നാട്ടിൽ അത്രയും കോമൺ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നില്ല. പക്ഷെ നമ്മളിങ്ങനെ ഒരു സിനേരിയോ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്, പേഷ്യൻറ്റിന് കൊടുക്കാറുണ്ട്. കാരണം പ്രത്യേകിച്ചും പേഷ്യൻറ്റിൻ്റെ ഒരു മാറി വന്നിട്ടുണ്ട്, അവർക്ക് അടുത്ത മാറി വരാൻ 100% പോസിബിലിറ്റി ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് അത് പറയാറുണ്ട്, മറ്റേ മാറ് വേണമെങ്കിൽ എടുക്കുന്ന ഓപ്ഷൻസ് ഒക്കെ കൊടുക്കാറുണ്ട് എന്നുള്ള. പിന്നെ കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്നത് സ്ക്രീനിങ് എന്ന് പറയുന്ന ടെസ്റ്റുകൾ. അപ്പോൾ ഈ ജനറ്റിക് മ്യൂട്ടേഷൻ ഉണ്ട് എങ്കിൽ അവരിൽ ചെയ്യേണ്ട സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ സാധാരണ നമ്മൾ ഈ പറഞ്ഞ പോലത്തെ ഏജ് ഗ്രൂപ്പും കാര്യങ്ങളും ഒന്നും അല്ല, മുന്നേ തന്നെ തുടങ്ങേണ്ടി വരും. പക്ഷെ നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ വറീഡ് ആവണ്ടെന്നാണ് ഞാൻ പറയുന്നത്. കാരണം അത് ഭയങ്കര റെയർ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. അപ്പോൾ അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ആളുകൾ ചിലപ്പോൾ പേടിയായിരിക്കും വരാം. അപ്പം സാധാരണ നമ്മൾ ആ കണ്ടുവരുന്ന എന്താ, ഫെമിലിയലായിട്ട് വരുന്ന ക്യാൻസറുകളെ ഉള്ളൂ. അതായത് അച്ഛനും അമ്മയ്ക്കും വന്നതുകൊണ്ട് എനിക്ക് വരാനുള്ള റിസ്ക്. അവർ ചെയ്യേണ്ടത് നമ്മൾ ഈ ആദ്യം പറഞ്ഞ നോർമൽ സാധാരണ കോമൺ മാൻ ചെയ്യുന്ന സ്ക്രീനിങ് ടെസ്റ്റുകൾ മാത്രം ചെയ്താൽ മതിയാകും. ഇനി എക്സ്ട്രാ എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഡോക്ടർ അത് പറയാം. അത് വളരെ ചുരുക്കം ആളുകൾക്ക്, 1% ആളുകൾക്കൊക്കെ അങ്ങനത്തെ ഇത് കണ്ടുവരുന്നുള്ളൂ. അപ്പോൾ അത് അങ്ങ് മറന്നു കളയാം. നമ്മൾ കൂടുതൽ
ഭയം ഉണ്ടാക്കത്തിലോട്ട് പോവണ്ട എന്നുള്ളത്. അപ്പോൾ ഞാൻ ബ്രസ്റ്റിൻ്റെ ഓൾറെഡി സ്ക്രീനിങ് പറഞ്ഞു, അത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. സർവൈക്കൽ ക്യാൻസറിൻ്റെ സ്ക്രീനിങ് നമ്മൾ പറഞ്ഞു. നമ്മൾ പറയാൻ വിട്ടുപോയത് എന്ന് പറയുന്നത് കുടലിൻ്റെ ക്യാൻസറിൻ്റെയും സ്ക്രീനിങ് ടെസ്റ്റുകൾ ഇതുപോലെയുണ്ട്. അപ്പം അത് എല്ലാവരോടും, ഇപ്പം അച്ഛനും അമ്മയ്ക്കും വന്നാലും ഇല്ലെങ്കിലും എല്ലാ ആളുകളോടും നമ്മൾ പറയുന്നതാണ്, 45 വയസ്സ് തൊട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മലം ടെസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ടെസ്റ്റ് ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ്. ഫിറ്റ് ടെസ്റ്റ് എന്ന് പറയും. നമ്മുടെ കണ്ണിന് പോലും കാണാത്ത രീതിയിലായിരിക്കും ആദ്യം ബ്ലഡ് ഒക്കെ മലത്തിൽ കൂടെ പോകുന്നത്. അപ്പം ആ സ്റ്റേജിൽ തന്നെ നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് FOBT, ഫീക്കൽ ഒക്കൽ ബ്ലഡ് ടെസ്റ്റ് എന്നാണ് പറയാം. നമ്മുടെ ഒരു പ്രഗ്നൻസി ടെസ്റ്റ് പോലെ ഇരിക്കും. നമുക്ക് UPT ടെസ്റ്റ് അറിയാം, മൂത്രം വെച്ച് ടെസ്റ്റ് ചെയ്യുന്ന അതേപോലെ ഇരിക്കുന്ന ഒരു ഫിറ്റ് ടെസ്റ്റ് ഉണ്ട്. നമ്മൾ മൂത്രത്തിന് പകരം മലം എടുത്ത് ടെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ടെസ്റ്റ് ചെയ്യാം. 45 വയസ്സ് തൊട്ട് ടെസ്റ്റ് ചെയ്യാം. വർഷത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ ലൈഫ് ലോങ് അതും കൂടെ ചെയ്യാം. കോളൻ ക്യാൻസർ സ്ക്രീനിങ്ങിനായിട്ട് നമുക്ക് അതാണ് നമ്മൾ അഡ്വൈസ് ചെയ്യുന്ന സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയും. ഇപ്പം ഇവിടെയൊക്കെ ഞാൻ ഒന്നും കൂടെ എടുത്തു പറയാണ്, ഇതൊക്കെ പോസിറ്റീവ്, സ്ക്രീനിങ് ടെസ്റ്റ് പോസിറ്റീവായി എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരിക്കലും ക്യാൻസർ ഉണ്ടെന്ന് അർത്ഥമില്ല. നമ്മൾ ഒന്ന് അടുത്ത സ്റ്റെപ്പ് ഇവാലുവേറ്റ് ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. നെഗറ്റീവ് ആണെങ്കിൽ ഓക്കെ, നമുക്ക് ഒരു പ്രശ്നമില്ല. പോസിറ്റീവ് ആണെങ്കിലും ക്യാൻസറിന് അർത്ഥമില്ല. ഇത് ജസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റ് ആണ്. നമ്മൾ ജസ്റ്റ് സ്ക്രീൻ ചെയ്ത് വിടുവാണ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഇവാലുവേഷനിലേക്ക് പോകാം. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എല്ലാവരും കൊളനോസ്കോപ്പി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എൻഡോസ്കോപ്പി ചെയ്യാം. അപ്പം എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, കുടലിൻ്റെ ക്യാൻസർ അറിയാൻ ഞാൻ അങ്ങ് കൊളനോസ്കോപ്പി ചെയ്താൽ പോരേന്ന് ചോദിക്കും. ചെയ്യാം, പക്ഷെ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യമുണ്ട്, നമ്മുടെ കോസ്റ്റ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ മുടക്കേണ്ട ചെലവ്, നമ്മൾ പോകേണ്ട ഒരു ഹോസ്പിറ്റല്, അതിനുവേണ്ടി മുടക്കുന്ന ടൈം, മാനസിക സമ്മർദ്ദം, ഇതൊക്കെ ഉണ്ട്. അപ്പം ഇത് ആവശ്യമുണ്ടേ ചെയ്താൽ മതി. നിങ്ങൾ സിമ്പിളായിട്ട് വർഷത്തിൽ ഒരിക്കൽ ഈ ഒരു മലം ടെസ്റ്റ് ചെയ്യുന്ന ടെസ്റ്റ് ചെയ്യാം. അത് പോസിറ്റീവ് ആണെങ്കിൽ മാത്രം മതി കൊളനോസ്കോപ്പി എന്ന് പറയുന്ന പോലെ ചെയ്യാം. ഇനി സപ്പോസ് നമ്മളത് പോസിറ്റീവ് ആയിട്ട് നമ്മൾ കൊളനോസ്കോപ്പി ചെയ്യുമ്പം ഈ പറയുന്ന ക്യാൻസർ അല്ലെങ്കിലും പോളിപ്പുകളൊക്കെ ഉള്ളതും നമ്മുടെ ഈ പറഞ്ഞ പോലെ രക്തം മലത്തിൽ കൂടെ പോകാറുണ്ട്. അവരിൽ ഭാവിയിൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് അപ്പോൾ ഡോക്ടർ നിർദ്ദേശിക്കും ഇനി എത്ര നാൾ കൂടുമ്പം സ്കോപ്പി ചെയ്യണം, അതോ ഈ പറയുന്ന ആദ്യത്തെ ടെസ്റ്റ് മാത്രം ചെയ്താൽ മതിയോ എന്നുള്ളത് നോക്കും. അപ്പം അതൊക്കെ വളരെ കുറച്ച് പെർസെൻറ്റേജേ പോകുള്ളൂ. അപ്പം ബേസിക് ആയിട്ട് ഇത്രയും മാത്രം നോക്കിയാൽ മതി. ബ്രസ്റ്റ് സ്ക്രീനിങ് ടെസ്റ്റ് അറിഞ്ഞിരിക്കുക, സർവൈക്കൽ ക്യാൻസർ എന്താ സ്ക്രീനിങ് ടെസ്റ്റ് അറിഞ്ഞിരിക്കുക, കുടലിന് വേണ്ടി വർഷത്തിൽ ഒരിക്കൽ ഈ ഒരു ടെസ്റ്റ് 45 വയസ്സ് കൂടുമ്പം ചെയ്തുകൊണ്ടിരിക്കുക, വർഷത്തിൽ ഒരിക്കൽ ചെയ്താൽ മതി. ഇനി വായിലെ ക്യാൻസർ ആണെങ്കിൽ പ്രത്യേകിച്ച് ശീലമുള്ളവരോട് നമ്മൾ പറയാം, ജസ്റ്റ് കണ്ണാടിയുടെ മുന്നിൽ വാ തുറന്നൊന്ന് നോക്കിയാൽ മതി. നമ്മൾ ഈ പറഞ്ഞ പോലെ വെള്ളപ്പാടോ ചുവന്ന തടിപ്പോ അല്ലെങ്കിൽ കരിയാതെ നിൽക്കുന്ന മുറിവോ ഉണ്ടോ നോക്കിയാൽ മതിയല്ലോ. നോക്കുക, ഉണ്ടെങ്കിൽ അപ്പം തന്നെ ഡോക്ടറിനെ കാണിക്കുക. ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തുക, കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അപ്പം അത് മാസത്തിൽ ഒരിക്കൽ ചെയ്തുകൊണ്ടിരിക്കുക. ശീലങ്ങളുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി നിർത്തുക. കൂർത്ത പല്ലുണ്ടെങ്കിൽ വരച്ച് കളയുക, കറക്റ്റായിട്ട് വെപ്പുകല്ല് ഇരിക്കുന്നില്ലെങ്കിൽ മാറ്റി വെക്കുക. അപ്പം സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞ എല്ലാ ഇതും. പിന്നെ പ്രോസ്റ്റേറ്റിൻ്റെ വരുമ്പോഴത്തേനും നമ്മൾ അധികം സ്ക്രീനിങ്ങിനായിട്ട് ഒരു ബ്ലഡ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്. PSA എന്ന് പറയും, ഒരു ബ്ലഡിൻ്റെ ടെസ്റ്റാണ്. അപ്പം അത് സ്ക്രീനിങ്ങിൽ നമ്മൾ അത്രയും പ്രൊമോട്ട് ചെയ്യുന്നില്ല എങ്കിൽ നമ്മളൊരു 50 വയസ്സിലൊന്ന് ബേസിക് ആയിട്ടൊരു PSA ലെവൽ എടുത്തു വെക്കാൻ പറയാറുണ്ട് എല്ലാ ആണുങ്ങളോടും. അവർക്ക് ഈ ബ്രസ്റ്റ് പോലെ പ്രോസ്റ്റേറ്റ് അവരുടെ സ്വന്തമാണ്. പ്രായമായവർ ഈവൻ 70 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു ക്യാൻസറിൻ്റെ റിസ്ക് ഒക്കെ അതിനകത്ത് വരുന്നതാണ് നോർമലായിട്ട്. അപ്പോൾ ഒരു PSA ഒരു 50 വയസ്സിലൊന്ന് ചെയ്തു വെക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറയും. ശ്വാസകോശ സംബന്ധമായ ക്യാൻസറുകൾക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ലോ ഡോസ് CT സ്കാനാണ് സ്ക്രീനിങ് ടെസ്റ്റായിട്ട് പറയുന്നത്. അത് നല്ല പുകവലി ഉള്ള ആളുകളിൽ ചെയ്യാം. നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് ചെയ്യുന്നില്ല, വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ചെയ്യുന്നുണ്ട്. ആ നല്ല പുകവലി എന്നുള്ളത് നമ്മളൊരു എത്ര സിഗരറ്റാണ് ഇവർ ഒരു ദിവസം വലിക്കുന്നത്, എത്ര നാളായിട്ട് വലിക്കുന്നു എന്ന് നോക്കിയിട്ടാണ് അഡ്വൈസ് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ എക്സ്റേ എടുത്താൽ അത്രയും നമുക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് ഒരു CT സ്കാൻ, ലോ ഡോസ് CT എന്ന് പറയും, അതാണ് അവിടെ വരുന്നത് ചെയ്യുന്നത്. അപ്പോൾ അവിടെ അത്രയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ബ്രസ്റ്റ്, സർവിക്സ്, ഈ പറയുന്ന കുടലിൻ്റെ ഇത്രയൊക്കെ നമുക്ക് എന്താണെങ്കിലും ചെയ്യാൻ പറ്റും. ഡോക്ടറുടെ ഒരു ടോക്കിലൂടെ നമുക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ ആധുനിക ചികിത്സാ രംഗം ഒരുപാട് വളർന്നു. മെഡിക്കൽ രംഗം ഇന്ന് ഒത്തിരി വളർന്നു, ഒത്തിരി തന്നെ കുറേ കാര്യങ്ങളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ ഡോക്ടർ പഠിച്ചിറങ്ങിയ ഒരു കാലഘട്ടത്തിലോ അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്തിരുന്ന കാലഘട്ടത്തിലുപരി വീണ്ടും ഒരു സ്റ്റെപ്പും കൂടി
മുന്നേറിയിരിക്കുകയാണ്. ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? തീർച്ചയായിട്ടും ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടവും പ്രാക്ടീസ് ചെയ്യുന്ന കാലഘട്ടവും അത് വളരെ ചെറിയ ഡ്യൂറേഷൻ ആണെങ്കിൽ കൂടിയും ഒരുപാട് മാറ്റങ്ങൾ ക്യാൻസർ ചികിത്സയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മളെ സാധാരണ ആളുകൾക്ക് മനസ്സിലാവാത്തതിൻ്റെ കുഴപ്പങ്ങളും ഉണ്ട്. അപ്പോൾ എപ്പോഴും ആ ഭയം അങ്ങനെ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വരാം. നമ്മൾ പൊതുവായിട്ട് ക്യാൻസറിൻ്റെ ചികിത്സ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ഒരു സർജറി എന്താണെങ്കിലും ആവശ്യമായിട്ട് വരും. ചില ആളുകൾക്ക് കീമോതെറാപ്പി, കീമോ എല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ്, കീമോതെറാപ്പി വേണ്ടി വരും. ചിലവർക്ക് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റും കൂടെ വേണ്ടി വരും. ഈ 3 ടേമുകൾ കൂടാതെ ഇപ്പം നമുക്ക് ഒരു ടേം നമുക്ക് പറയാൻ പറ്റും, ടാർജറ്റഡ് തെറാപ്പി എന്ന് പറയും. ഓക്കെ, അപ്പം ടാർജറ്റഡ്, ആ പേരിൽ തന്നെയുണ്ട് ടാർജറ്റ്. അവിടെ ഒരു ടാർജറ്റ് ഉണ്ടാവും. ആ ടാർജറ്റിനെ മാത്രം ഫോക്കസ് ചെയ്ത് ട്രീറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ടാർജറ്റഡ് തെറാപ്പി. അതിൽ തന്നെ ഒരുപാട് വകഭേദങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ടേം പറഞ്ഞ് ഞാൻ പേടിപ്പിക്കുന്നില്ല. അപ്പം ടാർജറ്റഡ് തെറാപ്പി എന്ന് നമുക്ക് എടുക്കാം. ഈ ഓരോ സ്റ്റെപ്പ് നോക്കുവാണെങ്കിൽ ഇതിലെല്ലാത്തിലും ഒരുപാട് മാറ്റം. ഇപ്പോൾ സർജറി തന്നെ എടുക്കുകയാണെങ്കിൽ പണ്ട് നമുക്കറിയാവുന്നത് മാറിലൊരു മുഴ വന്ന മാറ് മൊത്തം എടുക്കുക എന്നുള്ളതായിരുന്നു പൊതുവായിട്ടുള്ള ഇത്. ഇപ്പം അങ്ങനെ അല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം മാറ് മൊത്തം എടുക്കാതെ മാക്സിമം എടുക്കാതെയാണ് നമ്മൾ നോക്കുക. അതൊക്കെ നമുക്ക് പോസിബിൾ ആവുന്നത് നേരത്തെ കണ്ടെത്തിയാലായിരിക്കും പോസിബിൾ ആവുന്നത്. ഈവൻ നേരത്തെ കണ്ടെത്തിയാൽ വെറും സർജറി കൊണ്ട് തന്നെ മാത്രം നമുക്ക് കംപ്ലീറ്റ് ക്യൂർ ഓഫർ ചെയ്യാൻ ഇന്നത്തെ കാലത്ത് പറ്റും. അപ്പം അതൊക്കെയാണ് നേരത്തെ കണ്ടെത്തേണ്ട ഗുണങ്ങൾ എന്ന് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ സിമ്പിൾ ഒരു എക്സാമ്പിളാണ്, പണ്ട് മാറ് ഫുൾ എടുത്തിരുന്നെങ്കിൽ ഇപ്പം മാറ് ഫുൾ എടുക്കേണ്ട ആവശ്യമില്ല. പണ്ട് നമ്മൾ കഴലകളും കൂടെ സർജറി ചെയ്തെടുക്കുമായിരുന്നു. ഇപ്പം അതിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കഴലകൾ ഫുൾ എടുക്കേണ്ട ആവശ്യമില്ല. ആവശ്യമുള്ള കഴലുകൾ അല്ലെങ്കിൽ അസുഖം ബാധിച്ച കഴലുകൾ മാത്രം എടുത്താൽ മതി എന്നുള്ളത് മാറ്റം വന്നിട്ടുണ്ട്. ഇനി അതല്ലാതെ മാറ്റങ്ങൾ പറയുകയാണെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ ഓപ്പൺ സർജറികളാണ് എങ്കിൽ ഇപ്പം കൂടുതലും ലാപ്രോസ്കോപ്പിക് സർജറികൾ ക്യാൻസറിന് തന്നെ വന്നിട്ടുണ്ട്. അപ്പം നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള സെൻറ്റേഴ്സ് ആണ് എങ്കിൽ നമ്മൾ ഫുൾ ഓപ്പൺ സർജറി എന്നുള്ള ആ പേടി പോലും വേണ്ട. കീ ഹോളായിട്ട്, അങ്ങനെയാണ് നമ്മൾ പറയുക, കീ ഹോളായിട്ട് ലാപ്രോസ്കോപ്പിക് സർജറീസ് അവൈലബിൾ ആണ് എന്നുള്ളത് അവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ റോബോട്ടിക് സർജറി, കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റോബോട്ടിക് സർജറീസ് വന്നിട്ടുണ്ട്. അപ്പോൾ പണ്ട് നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്ന പല സ്ഥലങ്ങളും ഈ റോബോട്ടിക് സർജറി പോലെയുള്ള അഡ്വാൻസ്മെൻറ്റ്സ് കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് പ്രിസൈസ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ സർജറിയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി കീമോതെറാപ്പി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും പണ്ടറിയാവുന്നത് കീമോ എടുക്കുന്നു, ഛർദ്ദിക്കുന്നു, മുടി പൊഴിയുന്നു, ഇങ്ങനെയൊക്കെയാണ് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ കീമോ എന്ന് പറയുമ്പം അന്ന് ഉണ്ടായിരുന്ന ഒരു ഇത് എല്ലാ വളരുന്ന കോശങ്ങളെയും അത് പോയി നശിപ്പിക്കും. അപ്പം അതുകൊണ്ടാണ് നമുക്ക് അത്രയും ബുദ്ധിമുട്ടുകളൊക്കെ വന്നിരുന്നത്. ഇപ്പം എങ്കിൽ കൂടി ഇപ്പോഴും കീമോതെറാപ്പി നമ്മൾ പ്രാക്ടീസ് ഉണ്ട്, നമുക്കത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകമാണ്. എങ്കിലും ഈ പറയുന്ന മുടി കൊഴിയാതെ ഇരിക്കാനും അല്ലെങ്കിൽ ആ കൊഴിച്ചിൽ കുറയ്ക്കാനും ഒക്കെ ഉള്ള ടെക്നിക്കുകൾ ഇപ്പോൾ ഉണ്ട്. നമ്മൾ ഹെഡ് കൂളിംഗ് എന്നൊക്കെ പറയും. കീമോ എടുക്കുന്ന സമയത്ത് നമ്മൾ ഒരു കൂൾ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ തലയിലോട്ടുള്ള സർക്കുലേഷൻ കുറച്ച്, കീമോയുടെ ഡ്രഗിൻ്റെ സർക്കുലേഷൻ കുറച്ചുകൊണ്ട് നമുക്ക് ഹെയർ ഫോളൊക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ അഡ്വാൻസ്മെൻറ്റ്സ് അവിടെയും തന്നെ വന്നിട്ടുണ്ട്. പണ്ടൊക്കെ ആയിരുന്നു ഛർദിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇപ്പം പ്രോപ്പറായിട്ട് നമ്മൾ മെഡിക്കേഷൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ അധികം ആളുകൾക്കും അങ്ങനത്തെ യാതൊരു ബുദ്ധിമുട്ടുകളും ഇപ്പം ഇല്ല. അപ്പം അങ്ങനെയും നമ്മൾ പേടിക്കേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല എന്നുള്ളത്. അപ്പം നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് വരുമ്പോഴും പണ്ട് കുറച്ച് നാൾ മുന്നേ നമ്മൾ ഒരു ഏരിയ ഫുള്ളാണ് റേഡിയേഷൻ ട്രീറ്റ്മെൻറ്റ് കരിച്ചു കളയാന്നാണ് ആളുകൾ പറയുക കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പം അതൊക്കെ മാറിയിട്ട് ആ ട്യൂമറിനെ മാത്രം നമുക്ക് ഫോക്കസ് ചെയ്ത് വളരെ പ്രിസൈസ് ആയിട്ട് അവിടെ മാത്രം വേറെ ടോക്സിക് എഫക്ട്സ് ഒന്നും ഇല്ലാതെ നമുക്ക് കൊടുക്കാനുള്ള ഒരുപാട് അഡ്വാൻസ്ഡ് മെഷീൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ റേഡിയേഷൻ സാധാരണ എക്സ്റേ എന്നൊക്കെ പറയുമ്പോൾ എക്സ്റേ കൊണ്ടൊക്കെ ഉള്ള ട്രീറ്റ്മെൻറ്റുകളാണ്. അതൊക്കെ മാറിയിട്ട് പ്രോട്ടോൺ ട്രീറ്റ്മെൻറ്റുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ ഹയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അഡ്വാൻസ്മെൻറ്റ്സ് പറയാം. പിന്നെ ലാസ്റ്റായിട്ട് ഇപ്പോൾ ഈ പറഞ്ഞ ടാർജറ്റഡ് തെറാപ്പി അതെന്താണെന്നുള്ളത്. അപ്പോൾ ആ കീമോ വേഴ്സസ് ടാർജറ്റഡ് എന്നുള്ളത്. അപ്പം കീമോ എന്ന് പറയുമ്പം വളരുന്ന എല്ലാത്തിനെയും അത് പോയി പിടിക്കുമെങ്കിൽ ടാർജറ്റ് നമ്മുടെ ടാർജറ്റിനെ മാത്രം, അതായത് ക്യാൻസർ ആരാണോ വില്ലൻ അവനെ മാത്രം പോയി പിടിക്കും, ആരാണോ കാരണക്കാരൻ അവനെ മാത്രം പോയി പിടിക്കും എന്നുള്ളത്, അറ്റാക്ക് ചെയ്യുക. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് കുറയും. അത് പോരാഞ്ഞിട്ട് നമുക്ക് അസുഖത്തിന് നല്ല കൺട്രോളും കിട്ടും. ഇപ്പം എല്ലാം ഒരു പേഴ്സണലൈസ്ഡ് ആണ് അല്ലേ, നമ്മൾ എല്ലാ സാധനങ്ങളും കസ്റ്റമൈസ്ഡ് എന്ന് പറയുന്ന പോലെ ട്രീറ്റ്മെൻറ്റും ശരിക്കും പറഞ്ഞാൽ
പേഴ്സണലൈസ്ഡ് ആണ്. അപ്പം ഓരോ രോഗിയും വരുന്ന അസുഖം ഡിഫറെൻ്റ് ആയിരിക്കും. ആ അസുഖം മരുന്നിനോട് ബിഹേവ് ചെയ്യുന്നതും ഡിഫറെൻ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പോൾ ഇപ്പോൾ ഒരുപാട് ഞാൻ ഈ പറഞ്ഞ പോലെ ഒരുപാട് പഠനങ്ങൾ നടക്കുന്നുണ്ട്. ജനിതകപരമായി ഇതിനെയൊക്കെ എങ്ങനെയാണ് അവരുടെ ശരീരം നിയന്ത്രിക്കുന്നത് എന്ന് പഠനങ്ങൾ നടക്കുന്നതുണ്ട്. അതിനൊക്കെ ടെസ്റ്റിങ്ങുകളുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യുവാണെങ്കിൽ നമുക്ക് നമ്മുടെ അസുഖത്തിന് ആവശ്യമായിട്ടുള്ള മരുന്നുകൾ ഏതാന്ന് പേഴ്സണലൈസ്ഡ് ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന ടെക്നിക്കുകളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ നല്ല റണ്ണിങ് ആയിട്ട് പറയാൻ പറ്റില്ല, എന്നാലും നമ്മൾ ചില ക്യാൻസറുകളിലൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട്. നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ഒരു മ്യൂട്ടേഷൻ അവിടെ ഉണ്ട്, അതിന് പറ്റിയ ഡ്രഗ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് അഡ്വൈസ് ചെയ്യുന്നുണ്ട്. അപ്പം പണ്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഈവൻ സ്റ്റേജ് 4 എന്ന് പറയുമ്പം എല്ലാം കഴിഞ്ഞു എന്നുള്ളതായിരുന്നു. ഇനിയൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നുള്ളൊരു അപ്രോച്ചാണ് ആളുകൾക്ക് ഇപ്പോഴും ഉള്ളത്, പ്രത്യേകിച്ച് ബ്രസ്റ്റ് ക്യാൻസറിനൊക്കെ. പക്ഷെ ഇപ്പം അങ്ങനേ അല്ല. ഈവൻ സ്റ്റേജ് 4 ബ്രസ്റ്റ് ക്യാൻസറിന് കീമോ ഒന്നും തന്നെ കൂടാതെ തന്നെ നമ്മൾ ഈ പറയുന്ന ടാർഗറ്റഡ് ഏജൻസ്, ഹോർമോണൽ തെറാപ്പിയൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഒരു 3-4 വർഷമൊന്നും ഒരു കുഴപ്പവും ഇല്ലാതെ ആളുകൾ പോകുന്നുണ്ട്. അപ്പം അത് പലരും അറിയുന്നില്ല. 4ാമത്തെ സ്റ്റേജ് എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞ് അടച്ചിടുന്ന ഒരിതാണ്. അതുപോലെ ലങ് ക്യാൻസർ, അത് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആ ലങ് ക്യാൻസർ ഒരു കൂടുതലും നമ്മൾ കാണപ്പെടുന്ന ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജിൽ തന്നെയാണ്. നമ്മുടെ അടുത്ത് എത്തുമ്പോഴത്തേനും മിക്കവാറും ഒരു 3-4 സ്റ്റേജിൽ തന്നെയാണ് വന്നിരുന്നത്. അന്നൊക്കെ കീമോ മരുന്നുകളാണ് കൂടുതലും ഉണ്ട്. അപ്പം ഈ പറയുന്ന ടാർഗറ്റഡ് തെറാപ്പി വന്നതിന് ശേഷം കീമോ മരുന്നുകൾ ഇല്ലാതെ തന്നെയും അതും നമുക്ക് ഓറൽ ടാബ്ലറ്റ് ആയിട്ടൊക്കെ അവൈലബിൾ ആണ്. എല്ലാം ഇഞ്ചക്ഷൻ മരുന്നേ അല്ല, ഓറൽ ടാബ്ലറ്റുകളായിട്ടും അവൈലബിൾ ആണ്. ആ ടാബ്ലറ്റുകൾ കൊണ്ട് തന്നെ അവർ ഒരു കുഴപ്പവും ഇല്ലാതെ കുറേ നാൾ ഒരു നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആളുകൾ മനസ്സിലാക്കേണ്ടത് ഇത്രയും അഡ്വാൻസ്മെൻറ്റ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ഒന്ന് നേരത്തെ കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് അധികം ട്രീറ്റ്മെൻറ്റുകളില്ലാതെ വേഗം ക്യൂറാവാൻ പറ്റും. പിന്നെ ഒരു സൈഡ്, ഇനി എത്ര അഡ്വാൻസ്ഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. എല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിരിക്കരുത്. നമ്മുടെ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാവരും നേടണം. ഗൂഗിളിൽ നോക്കിയിട്ട് എല്ലാം കഴിഞ്ഞു എന്ന് തീരുമാനിക്കരുത്. ഒരു ഡോക്ടറിനെ കണ്ട് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് എന്ന് നോക്കിയിട്ട്, ഏറ്റവും പേഴ്സണലൈസ്ഡ് ആണ്, നമ്മളെല്ലാ കാര്യങ്ങളും ഫാക്ടേഴ്സും നോക്കിയിട്ടാണ് ട്രീറ്റ്മെൻറ്റ് പറയുക. ഈവൻ അവരുടെ പെർഫോമൻസ് സ്റ്റാറ്റസ് എന്ന് പറയുക, അവരുടെ വയസ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ ഇപ്പോഴത്തെ നിലവിലുള്ള അവരുടെ എങ്ങനെയുണ്ട്, അവരുടെ കണ്ടീഷൻ, ജനറൽ കണ്ടീഷൻ എങ്ങനെയുണ്ട്, ഇനി മുന്നോട്ട് അവരുടെ അസുഖം എങ്ങനെയായിരിക്കും, ഇതെല്ലാം നോക്കിയിട്ടായിരിക്കും നമ്മൾ ആ ഒരു കറക്റ്റ് ട്രീറ്റ്മെൻറ്റ് പേഴ്സണലൈസ്ഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത്. നമ്മുടെ ഹോസ്പിറ്റലിൽ ഈ ഒരു ഓങ്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് എന്തൊക്കെ സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്? നമ്മൾ ട്രീറ്റ്മെൻറ്റ് വൈസ് എല്ലാ ഫെസിലിറ്റീസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന പോലെ സർജറി ആണെങ്കിലും കീമോ ആണെങ്കിലും ടാർഗറ്റഡ് ഏജൻസ് ആണെങ്കിലും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു വിഷൻ എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, പ്രിവെൻഷൻ എന്നുള്ള ആസ്പെക്റ്റും കൂടാണ്. അപ്പം സ്ക്രീനിങ് ടെസ്റ്റുകളും കാര്യങ്ങളും നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്. ക്യാമ്പുകളായിട്ട് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അല്ലാതെ സ്ക്രീനിങ് ടെസ്റ്റുകൾ, ഇപ്പോൾ ആർക്കെങ്കിലും ഈ പറയുന്ന പോലെ സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വരാം. അപ്പം എന്തെങ്കിലും ഈവൻ ഡൗട്ട് ചോദിക്കാനാണല്ലോ, എല്ലാവരും നേരിടുന്ന ഒരു പ്രശ്നം അതാണല്ലോ, എവിടെ നിന്ന് ഈ കറക്റ്റായിട്ട് ഇൻഫർമേഷൻ കിട്ടും എന്നുള്ളത്. അപ്പം നമുക്കിപ്പോൾ വലിയ സെൻറ്റേഴ്സിൽ പോവണ്ട, നമുക്ക് ഇവിടെ വന്നാൽ നമുക്ക് എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യാം. നമുക്ക് എത്ര നേരം വേണം, ഒരു ഹാഫ് ആൻ അവർ ഒരു ദിവസം നിങ്ങൾക്ക് മാറ്റി വെക്കാനുണ്ടെങ്കിൽ നമ്മുടെ ഡൗട്ടും ക്ലിയർ ആവും. മുന്നോട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും നമുക്ക് അഡ്വൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഡോക്ടർ, ഇന്ന് നമ്മളോട് ഡോക്ടർ ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങളാണ് ഷെയർ ചെയ്തത്. ഒരു പക്ഷേ ഭയത്തോടെയല്ല നേരിടേണ്ടത്, എല്ലാ കാര്യങ്ങളും അഡ്വാൻസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ നമ്മൾ ആദ്യം ഡോക്ടർ പറഞ്ഞ പോലെ ഒരു കല്യാണത്തിന് ഒരുങ്ങുന്നതിന് മുൻപ് നമ്മൾ ഓരോ കാര്യങ്ങളും എന്തൊക്കെ ചെയ്യണം, പാചകം കാണണം, അവരെ നോക്കണം, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ആദ്യമേ നേരത്തെ തിരിച്ചറിഞ്ഞ് നമുക്ക് കൃത്യമായ പ്ലാനിങ്ങോടെ തന്നെ ആരോഗ്യകരമായ ഒരു ജീവിതം നയിക്കാൻ പറ്റും. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് ഡോക്ടർ. ഇനി നമ്മുടെ ലിസണേഴ്സിനോട്, കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, അവരോടൊക്കെ എന്താണ് പറയാനുള്ളത് ഈ ഇന്നത്തെ ഈ ഒരു ദിവസത്തെക്കുറിച്ച്? ഓക്കെ, ഫെബ്രുവരി 4th വേൾഡ് ക്യാൻസർ ഡേ ആണ്. അപ്പോൾ നമ്മൾ ഓരോ 3 വർഷത്തേക്കും ഓരോ തീമാണ് ഈ ഡേ ആചരിക്കാനായിട്ട് വരുന്നത്. അപ്പം ഈ
3 വർഷം, അതായത് 2025, 2026, 2027 ഈ 3 വർഷത്തേക്കുമുള്ള നമ്മളുടെ തീം എന്ന് പറയുന്നത് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുക എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോ രോഗികളും അനുഭവിക്കുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന വഴികൾ വ്യത്യസ്തമായിരിക്കും. ക്യാൻസർ സ്ഥിരീകരിക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ട്രീറ്റ്മെൻറ്റിൻ്റെ സമയത്തും മുന്നോട്ടുള്ള എല്ലാ യാത്രയിലും വളരെ വ്യത്യസ്തമായിട്ടാണ് വഴികളിലൂടെയാണ് ഓരോ രോഗിയും കടന്നു പോകുന്നത്. എന്നിരുന്നിട്ട് കൂടിയും എല്ലാവരും ഈ വ്യത്യസ്ത വഴികളിൽ കൂടെ സഞ്ചരിച്ച എല്ലാവരും കൂടെ ഒന്നിച്ചു ചേർന്ന് നമ്മൾ ഈ ക്യാൻസറിനെ നേരിടുക എന്നുള്ളതാണ് ഈ തീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്കെന്താണ് ചെയ്യാൻ കഴിയുക അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ കഴിയുക എന്നുള്ളത് ബേസിക്കലി ഒന്നുമില്ല. ഫസ്റ്റ് എല്ലാ കാര്യത്തിലും നമ്മൾ അവബോധനം നേടുന്ന പോലെ ഈ ഒരു കാര്യത്തെ പറ്റിയും വ്യക്തമായ കൃത്യമായ ഇൻഫർമേഷൻ സ്വീകരിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന പോലെ ഗൂഗിൾ തപ്പി നിങ്ങൾക്ക് കിട്ടുന്ന കാര്യങ്ങളെല്ലാം തന്നെയും ശരിയാകണം എന്നില്ല. മഞ്ഞൾ കഴിച്ചാൽ ക്യാൻസർ മാറുമെന്ന് കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും തൈകൾ എന്താ പറയുക, റൂട്ട് കഴിച്ചാൽ ക്യാൻസർ മാറും എന്നൊക്കെ കേൾക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും ഒഥൻറ്റിക് അല്ല എന്നുള്ളത് മനസ്സിലാക്കുക. കൃത്യമായ അറിവ് നേടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം. നെക്സ്റ്റ്, ഞാൻ പറഞ്ഞ പോലെ എല്ലാ ലക്ഷണങ്ങളും നമ്മൾക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ സംസാരിച്ചിട്ടുള്ളത്. ഈ പറഞ്ഞ എന്തെങ്കിലും ലക്ഷണങ്ങൾ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ അത് എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ കാണുന്നുണ്ട് എങ്കിൽ ക്യാൻസറിന് യാതൊരു ഉറപ്പായിട്ടും നമുക്ക് 100% പറയാൻ പറ്റില്ല. നിങ്ങൾ ഇത്ര മാത്രം ചെയ്യുക, എത്രയും പെട്ടെന്ന് ഒരു മെഡിക്കൽ അഡ്വൈസ് നേടുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ സ്ക്രീനിങ് ടെസ്റ്റുകൾ, ക്യാൻസർ വരുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ് സ്ക്രീനിങ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സ്ക്രീനിങ് ടെസ്റ്റുകൾ ചെയ്യാൻ വിധേയമാകുക. അപ്പം 6 മാസം കൂടുമ്പോൾ അല്ലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും ഷുഗറോ പ്രഷറോ നോക്കാത്ത മലയാളികൾ ഉണ്ടാവുകയില്ല. ആ നോക്കുന്ന കൂട്ടത്തിൽ ഈ പറയുന്ന സ്ക്രീനിങ് ടെസ്റ്റുകളും കൂടെ ചെയ്ത് തുടങ്ങിയാൽ നമുക്ക് ഒരു പരിധിവരെ ഈ പറയുന്ന ക്യാൻസർ എന്ന ഭയത്തെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതാണ്. പിന്നെ ഫൈനലി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേനും ഇപ്പോൾ ആർക്കെങ്കിലും ക്യാൻസർ ഒന്ന് സ്ഥിരീകരിച്ചു എന്ന് വരാം, അഭിപ്രായം പറയാൻ ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുമുണ്ടാവും. അതൊന്നും കറക്റ്റ് ആവണം എന്നില്ല. ഞാൻ എപ്പോഴും കാണുന്ന ഒരു കാര്യം, അതൊന്ന് അംഗീകരിക്കാൻ, ക്യാൻസർ ആണെന്ന് അംഗീകരിക്കാൻ രോഗിക്ക് ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ കണ്ടുവരുന്നത് ബന്ധുക്കൾക്കും ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ചികിത്സ തുടങ്ങാൻ ഒരുപാട് വൈകിപ്പിക്കൽ കണ്ടുവരുന്നുണ്ട്. ഒരിക്കലും നിങ്ങൾ അതിന് ഇടവരുത്തരുത്. ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുകയാണെങ്കിൽ തന്നെ എത്രയും പെട്ടെന്ന് ചികിത്സയിലോട്ട് പോകാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാം.